എടുക്കുന്ന ക്ലാസ് പോസിറ്റീവ് സൈക്കോളജി അല്ല, സോഷ്യൽ സൈക്കോളജി. BPCC 107 സോഷ്യൽ സൈക്കോളജിയിലെ യൂണിറ്റ് 6 ആണ് ഇന്നെടുക്കുന്നത്. ഇന്നലെ നമ്മൾ യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ ചർച്ച ചെയ്തത് സോഷ്യൽ കോഗ്നിഷൻ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ബേസിക് കോൺസെപ്റ്റുകളാണ് ഇന്നലെ മനസ്സിലാക്കിയത്. ഇന്നൊന്നും കൂടി ഡീറ്റെയിൽ ആയ വശങ്ങൾ പഠിക്കുകയാണ്. സോഷ്യൽ കോഗ്നിഷൻ, ദ സയൻസ് ഓഫ് റീഡിങ് പീപ്പിൾ. നമ്മൾ ഇന്നലെ പറഞ്ഞു സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കുന്നുണ്ടോ? യെസ്. കേൾക്കുന്നില്ല? വോയിസ് കേൾക്കുന്നില്ല? ഹലോ. യെസ്, ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് കേൾക്കുന്നില്ല? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ കോഗ്നിഷൻ എന്ന ഒരു യൂണിറ്റാണ്. ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്ന സോഷ്യൽ കോഗ്നിഷൻ എന്ന ആ യൂണിറ്റിലെ ആദ്യ ഭാഗമായിരുന്നു. നമ്മൾ പഠിച്ചു, നമ്മൾ സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് പല രീതിയിലാണ്. ഇംപ്രഷൻ ഫോം ചെയ്തുകൊണ്ട് നമ്മൾ വ്യക്തികളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെ നമ്മൾ വ്യക്തികൾ ഉള്ള സമൂഹത്തെക്കുറിച്ച് പതുക്കെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗമാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സയൻസ് ഓഫ് റീഡിങ് പീപ്പിൾ, ജനങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്ന രീതി. അതായത് ജനങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരാളെ നമ്മൾ വഴിയിൽ നിന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോഴേക്കും അയാളുടെ ഡ്രസ്സൊന്ന് നോക്കും, അയാളുടെ സംസാര രീതി ഒന്ന് നോക്കും, മുടി വളർന്നിട്ടുണ്ടോ, എത്ര ഡീസൻ്റായി ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ അയാളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെക്കും. ഇങ്ങനെ നമ്മൾ ഇടപെടുന്ന എല്ലാ വ്യക്തികളെയും കുറിച്ച് നമ്മൾ ധാരണകൾ ഉണ്ടാക്കാറുണ്ട്. അതിനെ നമ്മൾ പേഴ്സൺ പെർസെപ്ഷൻ എന്ന് പറയും. അങ്ങനെ വ്യക്തികളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സമൂഹത്തിൽ നടക്കുന്ന ഓരോന്നിനെയും കുറിച്ച് നമ്മൾ ധാരണ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തെക്കുറിച്ച് ഉണ്ടാക്കുന്ന ധാരണയെ സോഷ്യൽ കോഗ്നിഷൻ എന്ന് പറയും. അപ്പോൾ വ്യക്തികളെക്കുറിച്ചായാലും സമൂഹത്തെക്കുറിച്ചായിരുന്നാലും ആര് എന്ത് എവിടെ ചെയ്താലും നമ്മൾ അതിനൊരു ന്യായം, ഒരു കാരണമൊക്കെ കണ്ടെത്തും. ഇപ്പം ഞാൻ ചെയ്താലും എൻ്റെ പരിചയമുള്ള ആര് ചെയ്താലും ആരായാലും എന്തെങ്കിലും ഒരു സംഭവം നടന്നിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തുകൊണ്ടത് അങ്ങനെ ചെയ്തു, എന്തേ അങ്ങനെ അവൻ ചെയ്യാനുള്ള കാരണം, ഈ കാരണം പറയുന്നതിന് നമ്മൾ ആട്രിബ്യൂഷൻ എന്ന് പറയും. ഈ ആട്രിബ്യൂഷൻ പറയുന്നിടത്ത് മിക്കവാറും നമുക്ക് പാളിച്ചകൾ സംഭവിക്കാറുണ്ട്. അതാണ് ആട്രിബ്യൂഷൻ ബയാസ്. അപ്പോൾ എന്താണ് പെർസെപ്ഷൻ എന്നുള്ളത്, ആട്രിബ്യൂഷൻ എന്ന ബയാസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കിതിൽ മനസ്സിലാക്കാനുള്ളത് 1958 ഫിസ് ഹൈദർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്, അദ്ദേഹം പറഞ്ഞു വെച്ചാൽ മനുഷ്യന്മാരെല്ലാവരും, നമ്മളെല്ലാവരും ഒരു ചെറിയൊരു സയൻറ്റിസ്റ്റാണ്. സയൻറ്റിസ്റ്റ് പറഞ്ഞാൽ പൊതുവേ എന്ത് കണ്ടാലും അതെന്ത് അങ്ങനെ ഇങ്ങനെ ആയിക്കൂടായിരുന്നോ, ഇങ്ങനെയല്ലേ, അങ്ങനെയല്ല, ഇങ്ങനെ ആലോചിക്കുന്നതാണ്. ഇതേ പ്രകാരം നമ്മളെല്ലാവരും എന്ത് കണ്ടാലും അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും, ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരാണ്. പലപ്പോഴും ചിന്ത അല്ലെങ്കിൽ ആലോചന എന്താവും, തെറ്റിലേക്ക് പറ്റും, എങ്കിലും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സമൂഹത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നല്ലൊരു പൗരനാകാൻ നമ്മൾ എങ്ങനെയാണ് പാകമായി തീരുന്നതിനെക്കുറിച്ച് നോക്കാം. നമ്മൾ പലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ധാരണ, വ്യക്തികളെക്കുറിച്ചുണ്ടാക്കുന്ന ധാരണ, അതിന് നമുക്ക് പേഴ്സൺ പെർസെപ്ഷൻ എന്ന് പറയാം. ഇപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഒരു പുതിയ അധ്യാപകൻ വരുന്നു എന്ന് പറയുമ്പോൾ അയാളെക്കുറിച്ച് എന്തൊക്കെയോ കേട്ടിട്ടുണ്ടാവും. ആ കേട്ടതനുസരിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവും. പക്ഷെ കയറി വന്നപ്പോൾ അയാളുടെ ഡ്രസ്സും അയാളുടെ സംസാരം വന്നുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ടൊക്കെ വരുമ്പോൾ അയാൾ സാധു മനുഷ്യനാണ്, ഷാറെന്ന്. നേരെ മറിച്ച് അയാളൊന്നും ചിരിക്കുന്നില്ല, ഭയങ്കര ഗൗരവത്തിൽ വന്നിട്ട് ഒരു സ്റ്റാൻഡപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ തീരുമാനം എടുത്തുകൊണ്ട് ഇയാൾ സ്ട്രോങ് ആട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാളെക്കുറിച്ച് കണ്ട് കേട്ടു മനസ്സിലാക്കിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കും, അല്ലേ? അതാണ് ഒരു വ്യക്തിയെക്കുറിച്ച് ഉണ്ടാക്കുന്ന ധാരണ. ഇതിനെ ആദ്യം ഉണ്ടാക്കുന്ന ധാരണയെ നമ്മളെന്ത് ഫസ്റ്റ് ഇംപ്രഷൻ എന്നാണ് പറയുക. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ലോകത്തുള്ള ഓരോ പ്രതിഭാസവും നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, കണ്ട് കേട്ടാണ് പഠിക്കുന്നത്. അതായത് പേഴ്സൺ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോമിങ് ഇംപ്രഷൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക, മേക്കിംഗ് ഇൻഫറൻസ് അബൌട്ട് ഇൻറ്റൻഷൻ ഇൻ റിയൽ ഓർ വെർച്വൽ സെറ്റിംഗ്. അപ്പോൾ നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത്, ഇടപെടുന്നത്, കാണുന്നത്, അവരെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുന്ന പേഴ്സൺ പെർസെപ്ഷൻ എന്ന് പറയും. എന്നാൽ ആദ്യമായിട്ടൊന്നൊരു രൂപം ഉണ്ടാവില്ല. ഒരാളെക്കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അഭിമുഖീകരിക്കുമ്പോൾ അതിന് നമ്മൾ ഇംപ്രഷൻ എന്ന് പറയാം, ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. ഓക്കെ. പിന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇങ്ങനെ പിന്നെ അതും പിന്നെ ഇതും ഇങ്ങനെ അയാളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വരും. എന്തായിരുന്നാലും ഈ പ്രോസസ്സൊക്കെ 3 രീതിയിലാണ് നടക്കുന്നത്. ഒരു അറ്റൻഷൻ, നമ്മൾ കാണുന്ന വസ്തുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കും, കേൾക്കുന്ന കാര്യത്തെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കും, അഥവാ മറ്റുള്ളവർക്ക് ശ്രദ്ധ വിട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ. അപ്പോൾ കാണുമ്പോൾ അയാളുടെ രൂപം എന്താണ്, അയാളുടെ ഡ്രസ്സ് ഏതാണ്, അയാൾ ഏത് രീതിയിലാണ് സംസാരിക്കുന്നതൊക്കെ നോക്കും. എന്നിട്ട് അയാളെ നമ്മളെന്ത് ചെയ്തും, ഒരു ഹിസ്റ്ററി, ഇയാൾ ഇന്ന കാറ്റഗറി, ആൾ നല്ല പഠിച്ച ഒരാളാണ്, വിവരമുള്ള ആളാണ്, അല്ലെങ്കിൽ ഇയാളൊരു അന്തമില്ലാത്ത, ആ രീതിയിൽ നമ്മൾ അയാളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ ഇയാളെ കാണുമ്പോൾ
അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക, പെരുമാറുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വ്യക്തികളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന രീതി. അപ്പോൾ വ്യക്തികളെ മനസ്സിലാക്കുന്ന ആ പ്രോസസ്സിൻ്റെ പേര് പെർസെപ്ഷൻ എന്ന്. അത് പൊതുവെ അറ്റൻഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നടക്കാറുള്ളത്. ഇനി ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ആദ്യം തന്നെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധാരണ, അത് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. സാധാരണഗതികൾ വ്യക്തികളെക്കുറിച്ചായാലും സംഭവങ്ങളെക്കുറിച്ചായാലും സ്ഥാപനങ്ങളെക്കുറിച്ചായാലും രാജ്യത്തെക്കുറിച്ചായിരുന്നാലും പലപ്പോഴും നമ്മൾ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി വെക്കും. സൈക്കോളജി അത് അത്ര സുഖമല്ല, ഫിസിക്സ് ഭയങ്കര ടഫാണ്, മാത്സോ അത് അതിനേക്കാൾ ടഫാണ്, സോഷ്യോളജിയോ അത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഒരു ധാരണ നമുക്കുണ്ട്. അതായത് നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും കേൾക്കുമ്പോൾ, എക്സാമ്പിൾ പറയാം, അയാൾ ഇൻ്റലിജൻ്റ് ആണ്, ഓക്കെ, ഒരു 3 പോയിൻറ്റ്. അയാൾ ഭയങ്കര കഴിവുള്ള ആളാണ്, ഒരു 3 പോയിൻറ്റ്. അങ്ങനെ അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ പോസിറ്റീവ് ആസ്പെക്റ്റ് ഇങ്ങനെ കാണുമ്പോൾ 3. അപ്പോൾ അയാൾക്ക് മൊത്തത്തിൽ ഒരു 10-20 പോയിൻ്റ് കിട്ടി. അതിൻ്റെ ഇടയിൽ അയാൾ ഒരു ചൂടനാണ് ആൾ, ഇൻ്റെയും കീപ്പട്ടൊക്കെ ചാടി അല്ലേ. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് കണ്ട് കേട്ടു മനസ്സിലാക്കിയതിനൊക്കെ പോയിൻ്റ് അഡിറ്റീവ് എന്ന് പറയും, അഥവാ ആഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അതിലേക്ക് അയാളൊരു സുഖമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ നെഗറ്റീവ് അടിക്കും. അപ്പോൾ 20 വരെ പോയിൻ്റ് കിട്ടിയതിനാൽ കുറിച്ചൊരു നെഗറ്റീവ് എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് 16ലേക്കും പിന്നെ 12ലേക്കും ഇങ്ങനെ ചാടും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, വ്യക്തികളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ അഡിറ്റീവ് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് രീതിയിലാണ് നമ്മൾ വ്യക്തികളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, സോളമൻ ആഷ് എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് 1946 ഒരു ടെസ്റ്റ് നടത്തി. എന്താ ചെയ്തത് വെച്ചാൽ, ക്ലാസ്സിലേക്ക് വരുന്ന ഒരു അധ്യാപകനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ക്ലാസ്സിലുള്ള കുട്ടികളോട് ആദ്യത്തെ ഒരു ടീമിനോട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ക്ലാസ്സിലേക്ക് വരുന്ന അധ്യാപകനെക്കുറിച്ച് ആദ്യത്തെ ഒരു ടീം ഒരു 10-25 കുട്ടിയോട് പറഞ്ഞു, ആ വരുന്ന അധ്യാപകൻ ആൾ ഇൻ്റലിജൻ്റാണ്, സ്കിൽഫുള്ളാണ്, ഇൻഡസ്ട്രിയസ് ആണ്, വാമാണ്, ഡിറ്റർമൈൻഡ് ആണ്, പ്രാക്ടിക്കലാണ്, കോഷ്യസ് ആണ്, ഒക്കെ പോസിറ്റീവാണ്. ആൾ ഇൻ്റലിജൻ്റാണ്, നല്ല കഴിവുള്ള ആളാണ്, ആൾ പ്രവർത്തനക്ഷമത ഉള്ള ആളാണ്, ആ ഒരു ഊഷ്മളനാണ്, വാമെന്ന് പറഞ്ഞാൽ ഊഷ്മളനാണ്, ഡിറ്റർമൈൻഡ് ഉറച്ച തീരുമാനം, ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നേടുന്ന ആളാണ്, പ്രാക്ടിക്കൽ അങ്ങനെ വെറുതെ തോന്നിയൊന്നും പറയുക, കുറച്ച് പ്രായോഗികമായി ചിന്തിക്കുന്ന ആളാണ്, നല്ല ശ്രദ്ധ ഉള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ പോസിറ്റീവ് കാര്യങ്ങളാണ് പറഞ്ഞത് ആദ്യത്തെ ഒരു ടീമിനെ കുറിച്ച്. ഒരു ടീമിനോട് വരുന്ന അധ്യാപനെക്കുറിച്ച് അല്ലെങ്കിൽ വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്. അതേ വ്യക്തിയെക്കുറിച്ച് വേറൊരു ടീമിനോട് ലിസ്റ്റ് ബി വേറൊരു 10-25 കുട്ടികളോട് എന്ത് പറഞ്ഞു, വരുന്ന ആൾ ഇൻ്റലിജൻ്റ് ആട്ടോ, സ്കിൽഫുൾ ആട്ടോ, ഇൻഡസ്ട്രിയസ് ആണോ, പക്ഷെ കോൾഡാണ്, ഡിറ്റർമൈൻഡ് ആണ്, പ്രാക്ടിക്കലാണ്, കോഷ്യസ് ആണ്. എന്താണ്ടായത്, ആദ്യത്തെ ടീമിനോട് പറഞ്ഞ അതേ കാര്യം തന്നെ സെക്കൻഡ് ടീമിനോടും പറഞ്ഞത്, പക്ഷേ ആദ്യത്തെ ടീമിനോട് പറഞ്ഞപ്പോൾ അതിൽ കാം എന്നൊരു വേർഡ് ഉപയോഗിച്ചിരുന്നു. വാം ആളെന്താണ്, വളരെ വാമാണ്, ഊഷ്മളനാണ്, നല്ല ഒരു എനർജിക്കുള്ള ആളാണെന്ന അർത്ഥത്തിലുള്ള ഒരു വാം ഉപയോഗിച്ചു. അതേ വ്യക്തിയെക്കുറിച്ച് മറ്റെല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് പകരം വാമിന് പകരം എന്ത് ചെയ്തു, കോൾഡ് എന്ന് ഉപയോഗിച്ചു. ഓക്കെ, ഈ ഒരു 2 ടീമിലും ആദ്യത്തെ ടീമിൽ വാം എന്ന് പറഞ്ഞു, രണ്ടാമത്തെ ടീമിൽ കോൾഡ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ അധ്യാപകൻ എന്ത് ചെയ്തു, ക്ലാസ് എടുത്തു പോയിട്ടോ, 2 ടീമിനും ക്ലാസ് എടുത്ത് പോയി, അല്ലെങ്കിൽ അവരുടെ ഇടപെട്ട് പോയി. അപ്പോൾ ആദ്യത്തെ ടീമിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചു. അപ്പോൾ അവരുടെ ഇമ്പ്രഷൻ എന്താണ്, ആൾ ഭയങ്കര ഹാപ്പി ആട്ടോ, ആൾ നല്ല ഉഷാറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാളെക്കുറിച്ച്, ആ സാറിനെക്കുറിച്ച്, ആ വ്യക്തിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അവർക്കുള്ളത്. രണ്ടാമത്തെ ടീം ഇയാളെ കുറിച്ച് പറഞ്ഞെന്താ, ആളൊരു സെൽഫ് സെൻറ്റേർഡാണ്, അങ്ങനെ സോഷ്യബിൾ അത്ര ഒരു ഇതൊന്നുമില്ല, ഒരു ഹാപ്പിയൊന്നും അല്ല ആൾ. അപ്പോൾ ആദ്യത്തെ ടീമിനോട് പറഞ്ഞ ആ എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സിൽ ആകെ ഒരു വാക്കേ മാറിയിട്ടുള്ളൂ. അപ്പോഴേക്ക് എന്തായി, അവർക്ക് ആ മൊത്തത്തിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ധാരണയിൽ വലിയൊരു മാറ്റം വന്നു. അപ്പോൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ചില വാക്കുകളുണ്ട്, ആ വാക്കുകൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ ഇയാളെന്ത് ടെസ്റ്റ് നടത്തിയത്, നമ്മൾ ഒരാളെക്കുറിച്ച് ഇമ്പ്രഷൻ ഉണ്ടാക്കുന്നത്, വ്യക്തിയെക്കുറിച്ച് ഇമ്പ്രഷൻ ഉണ്ടാക്കുന്ന അയാളെക്കുറിച്ച് കേട്ടിട്ടും കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടാണ്. ഇവിടെ ക്ലാസ്സിലേക്ക് വരുന്ന ഒരു അധ്യാപനെക്കുറിച്ച് വാം എന്ന് പറഞ്ഞപ്പോഴേക്ക് ആ കുട്ടികൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്ന് ഐലൻഡ് ഫോക്കസ് ചെയ്തു. അവർ ഒറ്റ വാക്ക് കാരണം ഇയാളെ പോസിറ്റീവായിട്ട് എടുത്തു. മറ്റു കുട്ടികളോ ഇയാളെക്കുറിച്ച് പറഞ്ഞപ്പോൾ കോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇയാൾ ഒരാളൊരു തണുപ്പനാണെന്നും പറ്റില്ല. ഇതിന് ഒരു പഠനമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ സമൂഹത്തെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും പറയുമ്പോൾ ചില വാക്കുകൾ ശ്രദ്ധിക്കണം. ചില ടേമുകൾ അയാളെ മൊത്തത്തിൽ എന്താവും പോസിറ്റീവാക്കാം അല്ലെങ്കിൽ നെഗറ്റീവാക്കാം. ബാക്കി എന്ത് ഗുണങ്ങളുണ്ടെങ്കിലും ശരി ഈ ഒരൊറ്റ വാക്കോടുകൂടി ഇടിഞ്ഞു പോകും. അങ്ങനെ ഉണ്ടാവില്ല ചില ആൾക്കാർ, ആൾ നമ്പാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ചതിയനാന്നുള്ളത്. അവരോട് നമുക്ക് അയാൾ അടുക്കാൻ തോന്നില്ല. എത്ര നല്ല ആളാണെങ്കിലും ആളെ നമ്പാൻ പറ്റില്ല പറഞ്ഞാൽ അവനെ ഒഴിവാക്കി അല്ലേ. അങ്ങനെ അതേ രൂപത്തിൽ ഇതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താണ്, ചില ട്രേറ്റ്സുകൾ, ട്രേറ്റ് പറഞ്ഞാൽ ഒരാളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന വാക്കാട്ടോ, ക്യാരക്ടറിസ്റ്റിക്സ്. ചില ട്രേറ്റുകൾ ഭയങ്കര പവർഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ട്രേറ്റുകളെ നമ്മൾ ട്രേറ്റ് സെൻട്രാലിറ്റി എന്ന് പറയും. ട്രേറ്റ് സെൻട്രാലിറ്റി എന്നാൽ അതിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നെ അയാളെക്കുറിച്ചുള്ള മൊത്തത്തിൽ വിലയിരുത്തൽ. അതോ ട്രേറ്റ് സെൻട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ഫിനോമിനൻ വേർ സം പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആർ ഗിവൺ ഗ്രേറ്റർ ഇമ്പോർട്ടൻസ്. ചില ട്രേറ്റുകൾക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ടാകും. അത് കാരണം ആ വ്യക്തിയെ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ നമ്മൾ വിലയിരുത്തും. അപ്പോൾ സോളമൻ ആഷ് എന്ന ആൾ 1946 ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ഇത് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വ്യക്തികളെക്കുറിച്ച് മനസ്സിലാക്കൽ. അപ്പോൾ പേഴ്സൺ പെർസെപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി. പേഴ്സൺ പെർസെപ്ഷൻ ആയാലും ഈ പ്രപഞ്ചത്തിലുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും നമ്മളൊരു ഇംപ്രഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇംപ്രഷൻ ഉണ്ടാക്കുമ്പോൾ ചില ടേമുകളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഒരാളെക്കുറിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. അതായത് ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു രാജ്യത്തെക്കുറിച്ച്, ഒരു സംഭവത്തെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ കേട്ട സാധനം നമുക്ക് ഓർമ്മ ഉണ്ടാവും. അതിന് ശേഷം പിന്നെ കുറേ കാര്യം കേട്ടിട്ടുണ്ട്, അതത്ര വലിയ ശ്രദ്ധിച്ചോളുന്നില്ല. ഇപ്പോൾ ഒരു മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സംഘടനയെക്കുറിച്ച് ആദ്യം നല്ല കുറേ കാര്യങ്ങൾ കേട്ടു, അത് പലപ്പോഴും ഓർമ്മ ഉണ്ടാവും. അതിൻ്റെ പേരാണ് പ്രൈമസി ഇഫക്റ്റ് എന്ന് പറയുക. നമ്മൾ സാമൂഹിക ജീവിതത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കുടുംബത്തെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച് ആദ്യം കേൾക്കുന്ന കുറച്ച് വിശേഷണങ്ങൾ അത് പലപ്പോഴും ഓർമ്മ ഉണ്ടാവും. പിന്നെ അയാളെക്കുറിച്ച് എന്ത് കേട്ടാലും നമ്മൾ അത്ര മൈൻഡ് ചെയ്തോളുന്നില്ല. പ്രൈമസി ഇഫക്റ്റ് എന്ന് പറയാം. അതേസമയം ഒരാളെക്കുറിച്ച് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിരുന്നു, പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മളെ കാണണമെങ്കിൽ അയാളെ പണ്ടൊന്നും ഓർമ്മ ഉണ്ടാവില്ല, പിന്നത്തെ എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. റീസൻസി ഇഫക്റ്റ്. അതല്ലെങ്കിൽ ഒരു ലിസ്റ്റ്, ഒരു 10-25 കാര്യങ്ങൾ പറഞ്ഞു, 10-25 കാര്യങ്ങൾ ആദ്യത്തെ 2-3 ഓർമ്മ ഉണ്ടാവും, എന്നാൽ അവസാനത്തെ 10-15 നമുക്ക് ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ അവസാനത്തെ 5-6 ഓർമ്മ ഉണ്ടാവും, ബാക്കി നടുത്തൊക്കെ മറന്നുണ്ടാവും. ഇതിനെ റീസൻസി ഇഫക്റ്റ് പറയും. ഒന്നെന്താണ്, ആദ്യം കേൾക്കുന്നത്, ആദ്യം മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മൾക്ക് ഓർമ്മയുണ്ടാകും, അത് പ്രൈമസി ഇഫക്റ്റ്. എന്നാൽ ഒരാളെ, ഒരു വ്യക്തിയെ, ഒരു സംഭവത്തെ നമ്മൾ പഠിച്ചു, പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം അയാളെ വീണ്ടും കാണുമ്പോൾ ആദ്യമൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, പിന്നീട് നമ്മൾ കാണുമ്പോൾ ഈ രണ്ടാമത് കണ്ടത് അല്ലെങ്കിൽ പിന്നീട് വായിച്ചത് നമുക്ക് ഓർമ്മ ഉണ്ടാകും. അതാണ് റീസൻസി ഇഫക്റ്റ്. അല്ലെങ്കിൽ ഒരു ലിസ്റ്റിൽ കുറേ കാര്യങ്ങളുണ്ട്, ആദ്യത്തെ കുറച്ച് ഓർമ്മ ഉണ്ടാവും, ബാക്കിയുള്ളതൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും, അവസാനത്തെ ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ ഒരു യൂണിറ്റൊക്കെ പഠിക്കുകയാണെങ്കിൽ, ഒരു ചാപ്റ്ററൊക്കെ പഠിക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഓർമ്മ ഉണ്ടാവും, പിന്നെ അവസാനം പഠിച്ച ഓർമ്മ, ബാക്കി നടുത്തൊക്കെ മറന്നുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഓർമ്മയുന്നതിനെ നമ്മൾ പ്രൈമസി ഇഫക്റ്റ് എന്നും രണ്ടാമത് അല്ലെങ്കിൽ അവസാനം ഓർക്കുന്നതിനെ നമ്മൾ റീസൻസി ഇഫക്റ്റ് എന്ന് പറയും. ഇതൊക്കെ നമ്മുടെ ഇംപ്രഷൻ ഫോർമേഷനിൽ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ലുച്ചിൻസ് എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് 1957 ഒരു ടെസ്റ്റ് നടത്തിയിട്ട് തെളിയിച്ചതാണ്. ലുച്ചിൻസ് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്തു വെച്ചാൽ ഒരു കുട്ടികൾക്ക്, ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു ടീമിന് ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതി കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ടീമിന് എന്ത് ചെയ്തു, ആ വ്യക്തിയെക്കുറിച്ച് എഴുതി കൊടുത്തപ്പോൾ ആദ്യ ഭാഗമൊക്കെ വളരെ ഉഷാറായിട്ട് പോസിറ്റീവായിട്ടാണ് എഴുതിയത്. അയാൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ് എന്ന് പറഞ്ഞിട്ട് എഴുതി. അതേ വ്യക്തിയെക്കുറിച്ച് തന്നെ കുറച്ച് കഴിഞ്ഞപ്പം അയാളെക്കുറിച്ച് വലിയ നെഗറ്റീവ് ഒന്നും ഉണ്ടാക്കിയില്ല, പോസിറ്റീവ് ഒന്നും പറഞ്ഞില്ല, കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ടീം എ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവുള്ള കാര്യങ്ങൾ ആദ്യത്തെ പാരഗ്രാഫ് അത് ശരിക്കും വായിച്ചു, രണ്ടാമത്തെ പാരഗ്രാഫിൽ നെഗറ്റീവാണ് അതും വായിച്ചു. എന്നാൽ നേരെ തിരിച്ച് ഇപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്ത് ചെയ്തു, നേരെ മറിച്ച കൊടുത്തു. അതായത് ആദ്യത്തെ പാരഗ്രാഫിൽ ഈ വ്യക്തിയെക്കുറിച്ച് നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ പാരഗ്രാഫിൽ പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ടീം എയോട് ഈ വ്യക്തിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ടീം എ എന്താ പറയുന്നത്, അയാൾ അങ്ങനെയാണ്, സൂപ്പറാണ്, അതാണ്, ഇതാണ്. കാരണം എന്താ, അവർ ആദ്യം വായിച്ചെന്തായിരുന്നു, പോസിറ്റീവ് കാര്യങ്ങളാണ്. അതുകൊണ്ട് അവരെ തലയിൽ വന്നു. അതോടുകൂടെ എന്ത് ചെയ്തു, മറ്റൊന്നും പോലും ശ്രദ്ധിച്ചില്ല. രണ്ടാമത്തെ ടീം വായിച്ചതോ ഇയാളെക്കുറിച്ച് നെഗറ്റീവാണ്, അതുകൊണ്ട് ഇവരെ തലയിൽ അത് വന്നു, മറ്റേത് കോലുകുമല്ല. ഇത് പൊതുവെ ഉണ്ടാകുന്ന സംഭവമാണ് പ്രൈമസി ഇഫക്റ്റ് എന്ന് പറഞ്ഞതാണ്. നമ്മൾ ആദ്യം കേൾക്കുന്നത് അല്ലെങ്കിൽ ആദ്യം വായിക്കുന്നത് അത് നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ പറയാം. പ്രൈമസി ഇഫക്റ്റിന് നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെട്ടു, അയാളായിട്ട് നല്ല ചങ്ങായി, അയാൾ സംസാരിച്ച് ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലായി ആൾ നല്ല വിശ്വസ്തനാണ്, ആൾ ഉഷാറാണ്, നല്ല ഡീസൻ്റാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു, 1-2 വർഷമൊക്കെ കഴിഞ്ഞു, പിന്നെ നമ്മൾ പിരിഞ്ഞുപോയി. പക്ഷെ പിന്നീട് അയാളെക്കുറിച്ച് അയാൾ എന്തോ ഒരു കളവ് നടത്തിയെന്നോ അല്ലെങ്കിൽ വിശ്വാസവഞ്ചന നടത്തിയെന്ന് കേട്ടാൽ നമുക്കതുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം നമ്മുടെ ധാരണയിൽ എന്താണ്, അയാൾ ഉഷാറാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ടാമത് കേൾക്കുന്ന സാധനത്തെ നമ്മൾ പറയുക, അത് അയാൾ അങ്ങനെ ചെയ്യാൻ സാധ്യത, മിക്കവാറും അയാൾ കടം വാങ്ങി മറന്നിട്ടുണ്ടാവും,
തരാൻ മറന്നേ കയറാം, അതല്ലേ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലാതെ ആളങ്ങനെ. അതാണ് പ്രൈമസി ഇഫക്റ്റ് പറഞ്ഞത്. ആദ്യമുള്ളത് നമുക്ക് ഓർമ്മ ഉണ്ടാവും, മറ്റേ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അതായത് ആൾക്കാരെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? പേഴ്സണൽ പെർസെപ്ഷൻ നടത്തുന്നു. അങ്ങനെ പേഴ്സണൽ പെർസെപ്ഷൻ നടത്തുന്ന സമയത്ത് മിക്കവാറും പ്രൈമസി ഇഫക്റ്റും റീസൻസി ഇഫക്റ്റും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ വെച്ചാൽ അതൊക്കെ നമ്മളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ചിലത് ശരി ചിലത് തെറ്റ്, അത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഈ ലോകത്തുള്ള ഈ പ്രതിഭാസങ്ങളെ, സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന പലപ്പോഴും പല കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടു മനസ്സിലാക്കി അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ മൈൻഡിൽ ഉണ്ടാക്കും. അതിന് നമ്മൾ സ്കീമ ഫോർമേഷൻ എന്ന് പറയാം. ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നൊരു കുട്ടി LKG UKG ചെറുപ്പത്തിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് കേട്ട് മനസ്സിലാക്കി അത് അതിനെക്കുറിച്ചൊരു ധാരണ, ആന ഇങ്ങനെ ഓരോരോ വാക്കുകൾ, അതിനെക്കുറിച്ചൊക്കെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇംപ്രഷൻ ഫോം ചെയ്ത് ഉള്ളിലേക്ക് പോയി സ്കീമ. നമ്മളെ തലച്ചോറിൽ എല്ലാത്തിനെയും കുറിച്ചൊരു ധാരണ, ഒരു ചെറിയ ചെറിയ മിനിയേച്ചർ രൂപം, ഒരു റിപ്ലിക്കാർഡ് വെച്ചിട്ടുണ്ട് സ്കീമ. പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ട സാധനം ഉണ്ടാവും. അതിങ്ങനെ ഇൻഫോർമേഷൻ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയതിങ്ങനെ ഇൻഫോർമേഷൻ അസിമുലേഷൻ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ അത് കുറച്ച് പഠിച്ചു, പിന്നെ കുറച്ച് പഠിച്ചു, ചിലത് തിരുത്താനൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ തന്നെ അതിനോട് യോജിക്കാത്ത ഒരു വല്ല ഇൻഫോർമേഷൻ വരികയാണെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യില്ല, അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യും, അത് ശ്രദ്ധിക്കാതെ അവിടെ ഒഴിവാക്കിയിടും. ഇത് നമ്മൾ അറിഞ്ഞും അറിയാതെയും നടത്തുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ പലപ്പോഴും പ്രകൃതിയിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നമ്മളൊരു ധാരണ മൈൻഡിൽ ഉണ്ടാക്കും. അതാണ് സ്കീമ ഫോർമേഷൻ. എന്നിട്ട് അതിലേക്ക് വീണ്ടും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വീണ്ടും, ഇപ്പോൾ ഉദാഹരണം ഇറാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും നമുക്ക് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പണ്ടെന്തോ പേർഷ്യൻ സംസ്കാരം എന്നൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ ഇറാനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി. നമുക്കറിയാം ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു ഷിയാക്കളുടെ രാജ്യമാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. 40 വർഷത്തോളം ഉപരോധം ഏർപ്പെടുത്തപ്പെട്ട് അവരൊന്നിനും പറ്റാത്തൊരു ടീമായിന്. പക്ഷേ അവരെന്തായി, അമേരിക്കയെ പോലും വിറപ്പിക്കാൻ അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലും ലോകത്തെ വലിയ 2 ശക്തികളെ പിടിച്ചു കെട്ടാൻ ഇവർക്ക് സാധിച്ചൊരു ഇൻഫോർമേഷൻ എന്ത് നമ്മൾ അസിമുലേറ്റ് ചെയ്തു. എന്നാൽ അതിൻ്റെ ഇടയിൽ കേൾക്കുകയാണ് ഇറാനിലെ റിയാലിന് തീരെ വാല്യൂ ഇല്ല, അതുകൊണ്ട് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. സത്യത്തിൽ അങ്ങനെയാണ്. $1 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപ 100 രൂപൻ്റെ അടുത്താണ്. $1 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100 രൂപ, 90 സംതിങ് ആണുള്ളത്. $1 എന്നാൽ 3.65 ഖത്തർ റിയാൽ. എന്നാൽ ഇറാൻ്റെ റിയാൽ വെച്ച് നോക്കുമ്പോൾ 1 മില്യൺ ആണ്. മില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ $1 എന്ന് പറഞ്ഞാൽ 1000 അല്ല, 10,000 അല്ല, പിന്നെ ലക്ഷമല്ല, അതിൻ്റെ മേലെ. അത്രയും വാല്യൂ കുറഞ്ഞ ഒരു രാജ്യമാണ്. വില കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഡോളറായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ അത് വിഷയം. അപ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസകരം. പക്ഷേ ഇപ്പോൾ കേട്ട് മനസ്സിലാക്കിയ സ്ഥലം ഇത് ഓർമ്മ ഉണ്ടാവും, ഇതിവിടെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഈ പ്രകൃതിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും നമ്മൾ ചെയ്യും. കേൾക്കുമ്പോൾ, കാണുമ്പോൾ, അതായത് മറ്റുള്ളവർ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ കാരണത്തെക്കുറിച്ച് ആലോചിക്കും. നമ്മൾ കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് ഇങ്ങനെ പറയുന്നതിന് ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് ബൈ വിച്ച് വി ട്രൈ ടു ഇൻഫർ ദ കോസ് ബിഹൈൻഡ് ഒബ്സേർവ്ഡ് ബിഹേവിയർ ഓഫ് അതർ പീപ്പിൾ. മറ്റുള്ളവർ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലെ കാരണമെന്ത് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഗ്രൂപ്പിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഞങ്ങളിപ്പോൾ ഈ മെസ്സേജ് ഇടുന്നത് എന്തിനാണത്? നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണോ? അതല്ല ട്യൂഷനിലേക്ക് ആളുണ്ടാക്കാനാണോ? അതല്ല അയാളൊരു കിറുക്കനായിട്ടാണോ? നിങ്ങൾക്കും തോന്നുകയാണെങ്കിൽ അല്ലേ, എൻ്റെ ആ ബിഹേവിയറിനെ കുറിച്ച് നിങ്ങളൊരു ധാരണ, അതാണ് ആട്രിബ്യൂഷൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ വേറെ പറയാം. നമ്മളിപ്പോൾ രാവിലെ വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ ഓഫീസിൽ ധൃതി പിടിച്ച് പോകുക എന്ന് എഴുതിക്കോളൂ. വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങിയ സമയത്ത് വേറെ ചങ്ങായി റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോവുക. അപ്പം നിങ്ങൾ ഭ്രാന്ത് പിടിക്കും, സിഗ്നൽ അല്ലെങ്കിലും ദേഷ്യം. അപ്പോൾ എന്തായി, നമ്മളൊരു ആട്രിബ്യൂഷൻ നടത്തുക. അയാൾ ആ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മളെന്താ പറയുക, അയാൾ ഒരു കീർക്കൻ, അങ്ങനെ അയാളെക്കുറിച്ചും പറയും. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ പല രീതിയിലും ന്യായീകരിക്കും, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറ്റം പറയുകയോ ന്യായീകരിക്കുകയോ ചെയ്യും. അപ്പോൾ എന്തായിരുന്നാലും ആരുടെയും പ്രവർത്തനത്തെ ന്യായീകരിക്കുക, കുറ്റം പറയുക, അതിനൊരു കാരണം പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതിന് ആട്രിബ്യൂഷൻ എന്ന് പറയും. ശ്രദ്ധിക്കണം, ആട്രിബ്യൂഷൻ. ഇനി ആട്രിബ്യൂഷൻ 2 രീതിയിൽ വരും. ഒന്ന് ഡിസ്പോഷണൽ ആട്രിബ്യൂഷൻ വരും, മറ്റൊന്ന് സിറ്റുവേഷണൽ ആട്രിബ്യൂഷൻ. എന്താണ് ഡിസ്പോഷൻ എന്ന് പറഞ്ഞാൽ? ആ വ്യക്തിയിലേക്ക് ചേർത്തി പറയുക. സിറ്റുവേഷണൽ ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തിയിലേക്കല്ല, മറിച്ച് ചുറ്റുപാടിലേക്ക് ചേർത്തി പറയാം. മനസ്സിലായിണ്ടാവില്ല. ഞാൻ പറഞ്ഞു,
നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ റോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടിയായിട്ട് ഇങ്ങനെ നമ്മൾ കാര്യമായിട്ട് ഇതിൽ പോവുക. ആ സമയത്ത് വേറെ ചങ്ങി ഓൺ അടിച്ച് പെട്ടെന്ന് ക്രോസ് ചെയ്ത് നമ്മൾ ഓവർടേക്ക് ചെയ്ത് നമുക്കൊരു ശല്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഇതൊക്കെ ഈ ചെങ്ങായിക്ക് എന്ത് മനുഷ്യനെ ഒരു ജാതി അങ്ങനെ അങ്ങനെ നെഗറ്റീവ് പറയും. ആ പ്രവർത്തനം അയാളിലേക്കാണ് ചേർത്ത് നമ്മൾ. ഒരു സംസ്കാരമില്ലാത്ത ജന്തു അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, ഒരു തീരെ അന്തല്ല, എവിടെ നിന്ന് അവനൊക്കെ ലൈസൻസ് കിട്ടിയാൽ നമ്മൾ പറയും അല്ലേ. അത് ഡിസ്പോഷണൽ ആട്രിബ്യൂഷനാണ്. അതായത് മുഴുവൻ അയാളിലേക്ക് ചേർത്തി. അയാൾ ശരിയില്ല, അയാൾ ആ കാട്ടിക്കൂട്ടി ശരിയില്ല, ഓനെങ്ങനെ ലൈസൻസ് കിട്ടി, ഓനൊക്കെ ഫൈൻ ഇട്ടുണ്ടാണെന്ന് പറഞ്ഞിട്ട് ഓന് അവൻ്റെ പ്രവർത്തനത്തിലേക്ക്, അവൻ്റെ ബിഹേവിയറിലേക്ക്, അല്ലെങ്കിൽ അവൻ്റെ ക്യാരക്ടറിലേക്ക്, അല്ലെങ്കിൽ അവൻ്റെ നേച്ചറിലേക്ക് ചേർത്തി. അത് അയാളിൻ്റെ ഉള്ളിലുള്ളതാണ്, അയാളുടെ ഡിസ്പോസിഷനാണ് എന്ന രീതിയിൽ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്തു. ആ ബിഹേവിയറിനെ നമ്മൾ ഒബ്സർവ് ചെയ്തെങ്ങനെയാണ് അവൻ്റെ കുറ്റമായിട്ടാണ് കണ്ടത്. അതിനെ നമ്മൾ ഡിസ്പോസിഷണൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആട്രിബ്യൂഷൻ എന്ന് പറയും. നേരെ തിരിച്ച് ഇതേ സംഭവം തന്നെ, നമ്മൾ പോവുകയാണ്, പക്ഷേ അവിടെ വേറെ ആൾ നിൽക്കുന്നുണ്ട്, അയാളിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്നലെ നമ്മളെ മുന്നിൽ കൂടെ മറ്റും പോയില്ലേ, അതേ പ്രകാരം നമ്മൾ വെട്ടിച്ചൊക്കെ പോയിക്കോട്ട് ഇങ്ങനെ ഓണം അടിച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ ന്യായം ഉണ്ടാവും. എന്താ നമ്മൾ പറയുക, സിഗ്നൽ അങ്ങനെയാണ്, ബോസ് ഇങ്ങനെയാണ്, സമയമല്ല, അല്ലെങ്കിൽ തന്നെ നേരെ വൈകി കഴിഞ്ഞപ്പോൾ പോയി കഴിഞ്ഞാൽ പഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്യും, നമ്മളെ പ്രവർത്തനത്തിൻ്റെ നമ്മൾ ന്യായീകരിച്ചു, നമ്മളല്ല കുറ്റം, ഇതാണ് ചുറ്റുപാട്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രവർത്തനത്തെ നമ്മളിലേക്ക് ചേർക്കാതെ ചുറ്റുപാടിലേക്ക് ചേർത്തിയിട്ട് ഇങ്ങനെ ന്യായീകരിക്കും. അപ്പോൾ അത് സിറ്റുവേഷണൽ ആട്രിബ്യൂഷൻ. അപ്പോൾ വ്യക്തികൾ ചെയ്യുന്ന പ്രവർത്തനം നമ്മളതിൻ്റെ കാരണം കണ്ടെത്തി ന്യായീകരിക്കുന്നത് ഒന്നെങ്കിൽ ഡിസ്പോഷണൽ ആട്രിബ്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സിറ്റുവേഷണൽ ആട്രിബ്യൂഷൻ ആയിരിക്കും. ഡിസ്പോഷൻ എന്ന് പറയുമ്പോൾ വ്യക്തിയിലേക്ക് ചേർത്തി അവൻ്റെ കുറ്റമായിട്ട്, അവൻ്റെ കുറവായിട്ട്, അവൻ്റേതായിട്ട് പറയും. സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ, അവനല്ല മറിച്ച് ചുറ്റുപാടാണ്, സാഹചര്യമാണ് കാരണം എന്ന് പറയും. എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് പിണക്കം വന്ന് ഒരു അടിയൊക്കെ നടന്നു എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എന്താ പറയുക, ഓളെ കുഴപ്പമാണ്, അങ്ങനെയാണ്, ഓളെ വരക്കാരങ്ങനെയാണ്, ഇതാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റേതല്ല അങ്ങനെ പറയും. നേരെ തിരിച്ച് ഒരാൾ ഒരു ഭാര്യയെ അടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ചെങ്ങായി അങ്ങനെ തന്നെ കുടിച്ചിട്ട് ഇവർ ഓനെ പറയും. മനസ്സിലായോ? അതല്ലെങ്കിൽ എക്സാമിൽ പൊട്ടിയെന്ന് വിചാരിക്കുക, മാർക്ക് കുറഞ്ഞാൽ എക്സാമിൽ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, അല്ലെങ്കിൽ എന്താ അറിയോ, എക്സാമിന് ഇലക്ഷൻ്റെ സമയത്ത് ഇനി പഠിക്കാനും സമയം കിട്ടില്ല, പിന്നെ മെറ്റീരിയൽ എത്താൻ തന്നെ കുറേ വൈകിയിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഭയങ്കര ടഫാണ്, ക്ലാസ് എടുത്ത ആൾ ശരിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളതല്ല കുറ്റം, ഇങ്ങനെ പറയും. നമ്മൾ തോറ്റാൽ, എന്നാൽ നമ്മൾ ഫ്രണ്ട് തോറ്റാൽ പറയും, അല്ലെങ്കിലും അങ്ങനെ തന്നെ, ഓൻ പഠിച്ച ഒരു അതാണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പിന്നെ പുസ്തകത്തിന് കുഴപ്പമുണ്ടാവില്ല, സാറിന് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ബിഹേവിയറിനെ ഇവാലുവേറ്റ് ചെയ്യൽ ഒന്നെങ്കിൽ ഡിസ്പോഷൻ വെച്ചിട്ട്, അഥവാ മറ്റുള്ളവരിലേക്കാവുമ്പോൾ അങ്ങനെ ചെയ്യുക, നമ്മളുമായി ബന്ധപ്പെട്ടാകുമ്പോൾ നമ്മൾ സിറ്റുവേഷനിലേക്ക് എക്സ്റ്റേണിലേക്ക് ചേർത്തും. അതാണ് ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടോ. ഓക്കെ, ഇനി അടുത്തത്, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആട്രിബ്യൂഷൻ ഉണ്ടല്ലോ, ഈ ആട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരാളുടെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രവർത്തനത്തിൽ നിന്നും അയാളെ മനസ്സിലാക്കാൻ പറ്റുമോ? ഒരാളുടെ പ്രവർത്തനം, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏതൊരു കാര്യമായാലും, കുടുംബത്തിലാണെങ്കിലും, അയാളുടെ പ്രവർത്തനത്തിൽ നിന്നും, അയാളുടെ വാക്കിൽ നിന്നും, അയാളുടെ ഡ്രസ്സിങ്ങിൽ നിന്നും, അയാളുടെ ചോയ്സിൽ നിന്നും അയാളെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇംപ്രഷൻ ഫോർമേഷനാണ്. യെസ്, അങ്ങനെ ഒരാളുടെ പ്രവർത്തനത്തിൽ നിന്നും നമുക്ക് ഒരാളെ ഇവാലുവേറ്റ് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. പ്രവർത്തനം തന്നെ ഒരാളുടെ ക്യാരക്ടറിനെ വെളിവാക്കുന്നു എന്നുള്ളതാണ് ജോൺസൺ ഡേവിസ് 1965 ടെസ്റ്റ് എടുത്തിട്ട് മനസ്സിലാക്കി. അവർ പറഞ്ഞു വെച്ചാൽ, വി ഇൻഫർ ദാറ്റ് ബിഹേവിയർ കംസ് ഫ്രം സ്റ്റേബിൾ ട്രൈറ്റ്സ്. ഏതൊരാളുടെയും പ്രവർത്തനങ്ങൾ അവരുടെ ഉള്ളിലെ ചില ട്രൈറ്റുകൾ, സ്വഭാവ വിശേഷങ്ങൾ പെർമനൻ്റായ സ്റ്റേബിൾ. അങ്ങനെ പറഞ്ഞാൽ അവൻ ആ ചെയ്തത് അവൻ്റെ ഇഷ്ടപ്രകാരമാണ് വിചാരിക്കുക, ഫ്രീലി ചോസനാന്ന് വിചാരിക്കുക. മാത്രമല്ല, അവൻ ആ ചെയ്തത് മറ്റുള്ളവരാരും ചെയ്യാത്ത രീതിയിൽ ഒരു കാര്യമാണ് ചെയ്തതെന്ന് വിചാരിക്കുക. അതായത് ഇവൻ ചെയ്തത് സോഷ്യലി ഇനപ്രോപ്രിയേറ്റ് രീതിയിൽ, അഥവാ മറ്റുള്ളവരാരും ഇഷ്ടപ്പെടാത്ത, മറ്റുള്ളവരാരും താല്പര്യം കാണിക്കാത്ത ഒരു രീതിയിലെ ഒരു കാര്യമാണ് ചെയ്തതെന്ന് വിചാരിക്കുക. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് അവൻ്റെ സ്വന്തം ഇഷ്ടമാണ്. മനസ്സിലായില്ല? ഒരു കാര്യം, ഉദാഹരണം, SLC കഴിഞ്ഞു ഒരു കുട്ടി സയൻസ് ഗ്രൂപ്പ് എടുത്തു. ആ എടുത്തത് 3 രീതിയിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. അവൻ ഫ്രീലി ചൂസൺ ആണോ, അതായത് ആരും പറയാതെ, ബാപ്പ പറയാതെ, ഉമ്മ പറയാതെ, ടീച്ചേഴ്സൊന്നും പറയാതെ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തതാണ് എങ്കിൽ ഫ്രീലി ചൂസൺ ആണ് സയൻസ് ഗ്രൂപ്പ് എങ്കിൽ 1. 2, ഓൻ്റെ ക്ലാസ്സിലുള്ള മറ്റുള്ളവരാരും തിരഞ്ഞെടുത്തിട്ടില്ല, ഓൻ്റെ ചെങ്ങായിമാരാരും തിരഞ്ഞെടുത്തിട്ടില്ല,
അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. എന്നിട്ടും ഇവൻ സയൻസ് ഗ്രൂപ്പ് എടുത്തു, അഥവാ നോൺ കോമൺ ഇഫക്റ്റ്, മറ്റുള്ളവരാരും ചെയ്യാത്ത രീതിയിലാണ് ചെയ്തത്. പിന്നെ 3, ഇവൻ ഈ സയൻസ് ഗ്രൂപ്പ് എടുത്തത് കൊണ്ട് സോഷ്യൽ ഡിസൈറബിലിറ്റി കുറവാണ്. അതായത് വീട്ടുകാർക്കും താല്പര്യമില്ല, സാറിനും താല്പര്യമില്ല, അവർക്കും താല്പര്യമില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇവൻ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്താണ്. അപ്പോൾ ഏതൊരു ആളും ഒരു കാര്യം ചെയ്യുമ്പോൾ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണോ, അതിൻ്റെ കോമൺ ഇഫക്റ്റ് അഥവാ അതിൻ്റെ ഇഫക്റ്റ് എന്താ പറയുക, എല്ലാവരും ചെയ്യുന്ന മാതിരിയല്ല, മറിച്ച് ഒരു യുണീക്ക് ഔട്ട്കമാണ് അതിന് വരുന്നത്. അതല്ല എല്ലാവരും പ്രതീക്ഷിക്കുന്നതിനൊക്കെ വിപരീതമായിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ് എന്നാണ്. അപ്പോൾ ഒരാളുടെ പ്രവർത്തനത്തിൽ നിന്നും അയാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കണമെങ്കിൽ ഈ 3 ടെസ്റ്റ് നടത്തിയാൽ മതി. ടെസ്റ്റ് പറഞ്ഞാൽ ഈ 3 രീതിയിൽ ഇവനിത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണോ എങ്കിൽ എന്താണ്? പേഴ്സണൽ ഡിസ്പോസിഷണൽ ആട്രിബ്യൂഷനാണ്. അതുപോലെ തന്നെ നോൺ കോമൺ ഇഫക്റ്റാണ്. അതായത് ഡിഡ് ഇറ്റ് പ്രൊഡ്യൂസ് എ യുണീക്ക് ഔട്ട്കം. ആ ഒരു സാധനം ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്തു? മറ്റുള്ളവരൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ പെർഫോം ചെയ്ത് അടിപൊളിയായിട്ട് സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ ഓൻ്റെ ഇഷ്ടപ്രകാരം ചെയ്ത ബാക്കിയുള്ള. പിന്നെ ലോ സോഷ്യൽ ഡിസൈറബിലിറ്റി, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ല ഓനെ ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഓൻ എന്ത് ചെയ്യേണ്ടിയിരുന്നു? കൊമേഴ്സ് എടുക്കേണ്ടി വന്നു. കാരണം വീട്ടിലെ മറ്റും പറഞ്ഞ് CA പോയിക്കൊണ്ട് അപ്പോൾ ACC അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വാപ്പാനോ തൃപ്തിപ്പെടുത്താൻ, ടീച്ചർ അന്നുമല്ല, അവരെന്നും തൃപ്തിപ്പെടുത്താനല്ല. അപ്പോൾ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനുമല്ല, എന്നാൽ നോൺ കോമൺ ഇഫക്റ്റാണ് ഉണ്ടാകുന്നത്. അതുപോലെ അവൻ സ്വമേധയെ തിരഞ്ഞെടുത്തതുമാണെങ്കിൽ അത്തരം പ്രവർത്തനം എന്താണ്? ഡിസ്പോസിഷണൽ ആട്രിബ്യൂഷൻ, അഥവാ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവനൊരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അപ്പോൾ ഈ 3 ടെസ്റ്റ് നടത്തിയിട്ട് ഈ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അവൻ്റെ പ്രവർത്തനം എന്താണ്? ഡിസ്പോസിഷനിലാണ്, അതല്ല സിറ്റുവേഷണലല്ല എന്ന് മനസ്സിലാക്കാം. ഇതിപ്പോൾ ആ പറഞ്ഞത് ഇപ്പോൾ അത്രയും ശരിയാകുമോ? അത്ര ശരിയാവില്ലെങ്കിൽ പിന്നെ വേറെ മാർഗമുണ്ട്, നമുക്കിങ്ങനെ കണ്ടെത്താം. കെല്ലി എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് എന്താ പറഞ്ഞത്? ഈ മൾട്ടിപ്പിൾ ഒബ്സർവേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് നടക്കുന്ന പ്രതിഭാസങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാം. കെല്ലി എന്ന സൈക്കോളജി 1967 പറഞ്ഞ എന്താണ്? കോവേരിയേഷൻ മോഡൽ. ഒരാളുടെ പ്രവർത്തനം പല പല ഘട്ടങ്ങളിലായിട്ട് പല പല രീതിയിലായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് തീരുമാനം പറയാം. അതാണ് കോവേരിയേഷൻ എന്ന് പറഞ്ഞത്. കോവേരിയേഷൻ മോഡൽ എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ. ട്രയാങ്കുലർ ദ കോസ്, കാരണം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് ആട്രിബ്യൂഷനാണ്. ഒരാളുടെ പ്രവർത്തനം അതിൻ്റെ പിന്നിലുള്ള കാരണം പറയാം. അതിന് കെല്ലി എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് പറഞ്ഞു വെച്ചാൽ മൾട്ടിപ്പിൾ ഒബ്സർവേഷൻ നടത്തിയിട്ട് യാഥാർത്ഥ്യം കണ്ടെത്തുക, അഥവാ ആ പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം കണ്ടെത്താം. അങ്ങനെ പറഞ്ഞാൽ കൺസെൻസൻസ് ഉണ്ടോ നോക്കും, കൺസിസ്റ്റൻസി ഉണ്ടോ നോക്കും, ഡിസ്റ്റിങ്റ്റീവ്നെസ് ഉണ്ടോ നോക്കും. എന്തൊക്കെയാണ് നമ്മൾ നോക്കുക? കൺസെൻസൻസ് ഉണ്ടോ, കൺസിസ്റ്റൻസി ഉണ്ടോ, ഡിസ്റ്റിങ്റ്റീവ്നെസ് ഉണ്ടോ. അപ്പോൾ ഒരാളൊരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന ഈ സംഭവം ഇതിന് കൺസെൻസൻസ് ഉണ്ടോ, കൺസിസ്റ്റൻസി ഉണ്ടോ, ഡിസ്റ്റിങ്റ്റീവ്നെസ് ഉണ്ടോ, ഇത് നോക്കിയിട്ട് ഇതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് നമ്മൾ പറയും ഇതെന്താണ്? ഡിസ്പൊസിഷനിലാണ് അല്ലെങ്കിൽ സിറ്റുവേഷനിലാണെന്ന് പറയും. നമ്മൾ പറഞ്ഞു പ്രവർത്തനത്തെ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സിറ്റുവേഷണലാണ് അല്ലെങ്കിൽ ഡിസ്പൊസിഷനിലാണെന്ന് പറഞ്ഞു. അത് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചു. എന്നിട്ട് നേരത്തെ പറഞ്ഞെന്താണ്? അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണോ, അതല്ല അതിൻ്റെ ഔട്ട്കം എല്ലാവരും പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായിട്ട് അവൻ വരുത്തി വെച്ചിട്ടുണ്ടോ, 3 സോഷ്യൽ ഡിസൈറബിലിറ്റി കുറവുള്ളൊരു കാര്യമാണോ ചെയ്തത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അതെന്താണ്? ഡിസ്പൊസിഷനിലാണ്, അവൻ്റെ സ്വന്തം ഇഷ്ടമാണ്, അതായത് സിറ്റുവേഷനിലല്ല. അങ്ങനെ ഒരു മാർഗം പറഞ്ഞു. എന്നാൽ കെല്ലി എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഒരൊറ്റ നിലക്ക് തന്നെ ഒരാളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ പ്രതിഭാസങ്ങളെ നമ്മൾ വിലയിരുത്താൻ പാടില്ല, മറിച്ച് നമുക്ക് 3 ലെവലിൽ, മൾട്ടിപ്പിൾ ലെവലിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് കൺസെൻസൻസ് ഉണ്ടോ, കൺസിസ്റ്റൻസി ഉണ്ടോ, ഡിസ്റ്റിങ്റ്റീവ്നെസ് ഉണ്ടോ. ഇത് കൂടി കുറയുന്നതിനനുസരിച്ച് അത് ഡിസ്പൊസിഷനിലാണ് അല്ലെങ്കിൽ സിറ്റുവേഷനിലാണെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? അതായത് കൺസെൻസൻസ് കൂടിയാൽ, കൺസെൻസസ് പറഞ്ഞാൽ ഇവൻ മാത്രമല്ല മൊത്തത്തിൽ എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കുക. ഉദാഹരണം, കുട്ടീനെ സ്കൂളിൽ പറഞ്ഞയച്ചു. കുട്ടി സ്കൂളിൽ പോയി കരയാന്ന് വിചാരിക്കുക. ഇവള് മാത്രം കരയുന്നുണ്ടെങ്കിൽ കൺസെൻസസ് കുറവാണ്. പക്ഷേ ഇവളെന്നല്ല, ബാക്കിയുള്ള ഏകദേശം എല്ലാ കുട്ടികളും കരയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കുട്ടിയെ 10ാം ക്ലാസ് വരെ വീട്ടിൽ പഠിപ്പിച്ചൊരു കുട്ടിയെ +1 +2 ഒരു ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഷുവർ കരയും. അപ്പോൾ അവിടെയുള്ള അന്ന് വന്ന പുതിയ 15 കുട്ടികളിൽ 10-14 കുട്ടികളെ 8-10 കുട്ടികളെ കരയുന്നുണ്ടെങ്കിൽ കൺസെൻസൻസ് ഉണ്ട്.
ഇവൾ മാത്രമല്ല ഭൂരിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ കൺസെൻസൻസ് കൂടി ഒന്നായിട്ടോ. ഓക്കെ, ഇനി 2 കൺസിസ്റ്റൻസി. ഡസ് ദിസ് പേഴ്സൺ ആൾവേസ് ഡു ലൈക്ക് ദിസ്. ഈ ചങ്ങായി, ഈ കുട്ടി എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഇപ്പോഴും കരയുണ്ട്, ഇന്നലെയും കരഞ്ഞു, ഈ നാളെയും കരയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കൺസിസ്റ്റൻസി ഉണ്ടോ? കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നവളാണോ? അത് നോക്കി. അങ്ങനെ അതും എന്താണ്, ഹൈ ആണ് എന്ന് വിചാരിക്കുക. 3 ഡിസ്റ്റിങ്റ്റീവ്നെസ്. ഇവിടെ മാത്രമാണോ കരയണത്? അതായത് ഹോസ്റ്റലിൽ കൊടുത്തു വെച്ചപ്പോൾ മാത്രമാണോ കരയണത്? ഹോസ്റ്റലിൽ മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്നിടത്ത് പോയാലും അവിടെ ആയാലും ഇവിടെ ആയാലും മൊത്തത്തിൽ എല്ലായിടത്തും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ മാത്രമാണ് എങ്കിൽ ബാക്കിയുള്ള സമയത്തൊന്നുമില്ല, വീട്ടിലാകുമ്പോൾ കരയുന്നില്ല, അപ്പുറത്താകുമ്പോൾ കരയുന്നില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ എങ്കിൽ, അപ്പോൾ കൺസെൻസൻസ് കൂടി, കൺസിസ്റ്റൻസി കൂടി, ഡിസ്റ്റിങ്റ്റീവ്നെസ് കൂടി. അതായത് ഇവിടെ മാത്രം, വേറെ എവിടെയില്ല, വീട്ടിൽ നിന്ന് കരയില്ല, ചെങ്ങന്മാരുടെ കൂടെ ഇല്ല, ഹോസ്റ്റലിലെത്തിയ കാര്യം, സ്കൂളിലെത്തിയ കാര്യം. അപ്പോൾ സ്കൂളിലെത്തിയാൽ മാത്രം കരയുന്നു, അഥവാ അവിടെ മാത്രം ഡിസ്റ്റിങ്റ്റീവാണ്. അതുപോലെ ഈ കുട്ടി ഇപ്പോഴും ഇന്നലെയും നാളെയും ഇപ്പോഴും കരയുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3 എല്ലാവരും കരയുന്നുണ്ട്, ഇവൾ മാത്രമല്ല. ഇപ്പോൾ കൺസെൻസൻസ് കൂടി, കൺസിസ്റ്റൻസി കൂടി, ഡിസ്റ്റിങ്റ്റീവ്നെസ് കൂടി. ഇത് 3 കൂടിയപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ കുട്ടിയുടെ കുഴപ്പമല്ല, പിന്നെന്താണ്? സാഹചര്യത്തിൻ്റെ കുഴപ്പമാണ്. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞാൽ കൺസെൻസൻസ് എല്ലാവരും കരയുണ്ടെങ്കിൽ കുട്ടീൻ്റെ കുഴപ്പമല്ല. കൺസിസ്റ്റൻസി ഇവിടെ മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ കുട്ടീൻ്റെ കുഴപ്പമല്ല. പക്ഷേ ഇപ്പോഴും ഇവിടെ മാത്രമാണ് എങ്കിൽ ഈ ദിസ് പേഴ്സൺ ആൾവേസ്, അതെ, ഈ പേഴ്സൺ എപ്പോഴും കരയുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കുഴപ്പമാണ്. ഓക്കെ. 3 ഡിസ്റ്റിങ്റ്റീവ്നെസ്. ഈ 3 രീതിയിലാണ് നമ്മൾ ഈ സാധനത്തെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതല്ലാതെ നേരത്തെ പറഞ്ഞമാരെ ഒന്നിൽ മാത്രം ഒതുക്കരുത്, മറിച്ച് കൺസെൻസൻസ്, കൺസിസ്റ്റൻസി, ഡിസ്റ്റിങ്റ്റീവ്നെസ് ഇതിൽ 3ലും ഹൈ ഉണ്ടെങ്കിൽ അത് പേഴ്സൺ റിലേറ്റഡ് ആണ് എന്ന് പറയും. ഇനി നോക്ക്, നേരത്തെ പറഞ്ഞതിൻ്റെ വിശദീകരണം. കൺസെൻസൻസ് കുറവാണെന്ന് വിചാരിക്കുക, ഡിസ്റ്റിങ്റ്റീവ്നെസ്സും കുറവാണെന്ന് വിചാരിക്കുക, എന്നാൽ കൺസിസ്റ്റൻസി കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഇൻറ്റേർണൽ കോസാണ്. കൺസെൻസൻസ് പറയുമ്പോൾ മറ്റുള്ള കുട്ടികൾ ആരും കരഞ്ഞിട്ടില്ല, ഇവൾ മാത്രമേ കരയണുള്ളൂ, അപ്പം അവളുടെ കുഴപ്പമാണ്, ഇൻറ്റേർണൽ കാരണമാണ്. ഡിസ്റ്റിങ്റ്റീവ്നെസ് പറഞ്ഞാൽ ഇവിടെ നല്ല എല്ലായിടത്തും കരയുന്നുണ്ട്, അത് അവളുടെ കുഴപ്പമാണ്, ഇൻറ്റേർണൽ കോസാണ്. കൺസിസ്റ്റൻസി ഉണ്ട്, അതായത് ഇവിടെയും എല്ലായിടത്തും എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ എന്താണ്? ഹൈ ആണ്. അപ്പോൾ കൺസെൻസൻസ് ലോ, ഡിസ്റ്റിങ്റ്റീവ്നെസ് ലോ, കൺസിസ്റ്റൻസി ഹൈ. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ അർത്ഥം ഇൻറ്റേർണൽ ആണ്, അഥവാ അവളൊരു ഇമോഷണൽ കുട്ടിയാണ്, ചെറിയൊരു കാര്യം വരുമ്പോഴേക്ക് തൊട്ടാവാടി വാടി കരയുന്നതാണ്. അപ്പോൾ ഈ 3 നോക്കി, കൺസെൻസൻസ് ലോ ആണ്, ഡിസ്റ്റിങ്റ്റീവ്നെസ് ലോ ആണ്, കൺസിസ്റ്റൻസി ഹൈ ആണ്. അങ്ങനെയാകുമ്പോൾ ഇൻറ്റേർണൽ കോസാണ്. നേരെ മറിച്ച് കൺസെൻസസ് ഹൈ ആണ്, അതായത് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും കരയുന്നുണ്ട്, ഡിസ്റ്റിങ്റ്റീവ്നെസ്സും ഹൈ ആണ്, ഇവൾ ഈ ക്ലാസ്സിൽ കരയുന്നുണ്ട്, കൺസിസ്റ്റൻസി ഹൈ ആണ്, ഇവൾ ഇപ്പം മാത്രമല്ല ഷീ ക്രൈസ് എവറി ടൈം ഈ ക്ലാസ്സിൽ എല്ലാ സമയത്തും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയാവുമ്പോൾ ഇവളുടെ കുഴപ്പം, പിന്നെ ഈ സാഹചര്യത്തിൻ്റെ ആണ്. മറ്റു ക്ലാസ്സിലൊന്നും കരയുന്നില്ല, ഈ ക്ലാസ്സിൽ മാത്രം, മാത്സിൻ്റെ ക്ലാസ്സിൽ മാത്രം കരയുന്നുള്ളൂ. അങ്ങനെയാവുമ്പോൾ ഈ മാത്സിൻ്റെ വിഷയമാണ് പ്രശ്നം, അതല്ലാതെ ഓൾതല്ല കുഴപ്പം. ഈ രീതിയിലാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കോവേരിയേഷൻ ഇത് 3ൻ്റെയും കൂടി നോക്കിയിട്ട് ആകത്തുകയാണ് നോക്കേണ്ടത്. അങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പൊതുവരെ പറഞ്ഞ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഇനി ഒരു കുട്ടിയുടെ പഠനം, വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരികയാണെങ്കിൽ ഒരു കുട്ടിയുടെ എഫോർട്ട്, സക്സസ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത് ആ കുട്ടിയുടെ എഫോർട്ടിനാണ്. ഓക്കെ, നമ്മളെന്ത് ചെയ്യുന്നു? കുട്ടികളുടെ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയറൊക്കെ പ്രധാനമായിട്ടും എബിലിറ്റി, എഫോർട്ട്, ടാസ്ക് ഡിഫിക്കൽറ്റി, ലക്ക് ഇതൊക്കെ വെച്ചിട്ടാണ് വളക്കുക. കുട്ടിയുടെ കഴിവ്, കുട്ടിയുടെ പരിശ്രമം, വിഷയത്തിൻ്റെ കാഠിന്യം, അതുപോലെ തന്നെ ഭാഗ്യം, അല്ലേ? ഒരു മാത്സിൻ്റെ പരീക്ഷ കഴിഞ്ഞു, അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ പരീക്ഷ കഴിഞ്ഞു, അല്ലെങ്കിൽ വേറൊരു സബ്ജക്റ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ ആ കുട്ടി ജയിച്ച്, ആ കുട്ടി ഫെയിലിയർ ആണോ സക്സസ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഈ 4-5 കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഇവിടെ നോക്ക് നിങ്ങൾ, എബിലിറ്റി ഉണ്ട്, എഫോർട്ട് ഉണ്ട്, ടാസ്ക് ഡിഫിക്കൽറ്റി ഉണ്ട്, ലക്ക് ഉണ്ട്, ഈ 4 മാനദണ്ഡങ്ങൾ.
ഇതിൽ എബിലിറ്റിയും ഇഫോർട്ടും ഇത് രണ്ടും ഇൻറ്റേർണലാണ്. എബിലിറ്റി പറഞ്ഞാൽ വ്യക്തിയിലുള്ളതാണ്, ഇഫോർട്ടും വ്യക്തിയുടെ കയ്യിലുള്ളതാണ്. പക്ഷേ എബിലിറ്റി എന്നുള്ളത് സ്റ്റേബിളാണ്. ഒരാളുടെ കഴിവ് കൂട്ടാനും കുറക്കാനും കഴിയില്ല. അത് ജന്മനാ കിട്ടുന്നതും പഠിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയാണ്. പെട്ടെന്ന് കൂട്ടാനും കുറക്കാനും കഴിയില്ല. അതായത് ഇൻ്റലിജൻസ്, ടാലൻറ്റ് ഇതൊക്കെ സ്റ്റേബിളുമാണ്, ഇൻറ്റേർണലുമാണ്, ആ വ്യക്തിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇൻറ്റേർണൽ സ്റ്റേബിളുമാണ്. എന്നാൽ ഇഫോർട്ട് എന്നുള്ളത് അത് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും, അൺസ്റ്റേബിളാണ് അല്ലേ. പക്ഷേ അത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള, വ്യക്തിയുടെ കയ്യിലുള്ള, നിയന്ത്രണത്തിലുള്ളതാണ്, അത് ഇൻറ്റേർണലാണ്. അതേസമയം വിഷയത്തിൻ്റെ കാഠിന്യം, മാത്സ്, ഫിസിക്സ് ഇതിൻ്റെയൊക്കെ കാഠിന്യം മനസ്സിലാക്കാതിരിക്കാൻ ആ ടൈപ്പ് ഡിഫിക്കൽറ്റ് ഉണ്ടല്ലോ, ഇത് ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള, അല്ലാതെ എക്സ്റ്റേണലാണ്, സാഹചര്യവുമായി ബന്ധപ്പെട്ട. ലക്ക്, ഭാഗ്യം, പരീക്ഷയ്ക്ക് ചോദ്യപേപ്പറിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ സ്പീഡ്, അല്ല എന്താ പറയുക, സിമ്പിള്, ഇതൊക്കെ ഭാഗ്യം, ചാൻസാണ്. ഇത് സ്റ്റേബിളാകാം, അൺസ്റ്റേബിളാകാം, ചിലപ്പോൾ കൂടിയാം, ചിലപ്പോൾ കുറയാം. ചുരുക്കി പറഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുട്ടികളെ ഉപദേശിക്കുകയാണെങ്കിൽ, കുട്ടികളെ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ, കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇഫോർട്ടിലേക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ഇഫോർട്ട് എന്നുള്ള കുട്ടിയുടെ കയ്യിലുള്ള ഇൻറ്റേർണലാണ്. മാത്രമല്ല കുട്ടിക്ക് കളിക്കാൻ കഴിയണം, കൂട്ടാനും കുറക്കാനും പറ്റുന്നതാണ്. ഇഫോർട്ട് കൂട്ടാം, 4 മണിക്കൂർ പഠിക്കുന്ന പകരം 6 മണിക്കൂറാക്കാം അല്ലേ. പരീക്ഷയുടെ തലേ ദിവസം കടന്നുറങ്ങിയതിന് പഠിക്കാം, അല്ലെങ്കിൽ നല്ല ഉഷാറായിട്ട് കടന്നുറങ്ങാം. അപ്പോൾ ഇഫോർട്ട് എന്നുള്ളത് സ്റ്റഡി, പ്രാക്ടീസ്, ഇത്തരം കാര്യങ്ങൾ കുട്ടിയുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ അത് കൂട്ടുക, കുറക്കുക, ഇത് വെച്ചിട്ടാണ് നമ്മൾ സക്സസും ഫെയിലിയർ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇഫോർട്ട് കൂട്ടി അങ്ങനെ സക്സസ് ആയാൽ കുട്ടി എന്തായി, ഭയങ്കര കോമ്പിറ്റൻ്റ് ആണ്, കോൺഫിഡൻസ് കൂടും. ഇഫോർട്ട് കൂട്ടി എന്നിട്ട് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ കുട്ടി എന്താവും, ഡിപ്രസ്ഡ് ആവും. മറ്റത് നമ്മളത്ര വിഷയക്കണ്ട. കാരണം ഇൻ്റലിജൻസ് നമുക്ക് കൂട്ടാനും കുറക്കാനും കഴിയില്ല. അവരുടെ ബുദ്ധിയൊന്നും തലേന്ന് 5 കിലോ വാങ്ങിക്കൊടുക്കാനോ അത് 250 കുറക്കാനോ നമുക്ക് കഴിയില്ല. ലക്ക് നമ്മളെ കയ്യിലല്ല. പുസ്തകത്തിൻ്റെ ഡിഫിക്കൽറ്റി അത് നമ്മളല്ല തീരുമാനിക്കുന്നത്, സിലബസിനനുസരിച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു കുട്ടിയെ കുറ്റം പറയുമ്പോൾ, ഒരു കുട്ടിയുടെ വിഷയത്തെ വിജയ പരാജയങ്ങളെ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇഫോർട്ടിലേക്കാണ്. കുട്ടി ശ്രമിച്ചിട്ടുണ്ടോ, കുട്ടി അധ്വാനിച്ചിട്ടുണ്ട്, നല്ല ഇഫോർട്ട് എടുത്തിട്ടുണ്ട്, എന്നിട്ടും പരാജയപ്പെട്ടുണ്ടെങ്കിൽ ഈ മറ്റു കാരണങ്ങളേക്കാരം ആ കുട്ടിയെ കുറ്റം പറയരുത്. നേരെ മറിച്ച് കുട്ടി ശ്രമിച്ചിട്ടില്ല എന്നിട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇത് കുട്ടിയുടെ കയ്യിലുള്ളതായിരുന്നു, കുട്ടിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരുന്നു, പക്ഷേ കുട്ടി കളിച്ചത് കൊണ്ടാണ്, അതുകൊണ്ട് നമുക്ക് അവരെ കുറ്റം പറയാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു പോയിന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, ഈ ലോകത്ത് നമ്മൾ പലതും കാണുന്നു, കേൾക്കുന്നു, ഒബ്സർവ് ചെയ്യുന്നു, എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ഓരോ ധാരണകൾ ഉണ്ടാക്കുന്നു, സ്കീം ഉണ്ടാക്കുന്നു. പലപ്പോഴും ആദ്യം കേട്ട വിവരം നമ്മളെ വല്ലാതെ സ്വാധീനിക്കും, ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിലേക്ക് നമ്മൾ അസിമുലേറ്റ് ചെയ്യലാണ്, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്യലാണ്, അങ്ങനെ പറഞ്ഞു പോയി. ഇങ്ങനെ ഈ ലോകത്തെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ശരി തന്നെ ആയിരിക്കുമോ? ഈ പറഞ്ഞ 100% ഇല്ല, അതിലൊക്കെ മിസ്റ്റേക്കുകൾ വരാം. ഈ പറഞ്ഞ ആട്രിബ്യൂഷനിൽ പലപ്പോഴും മിസ്റ്റേക്ക് വരാം. എറേഴ്സ് ആൻഡ് ബയാസിസ് ഇൻ ആട്രിബ്യൂഷൻ, ഇത് സിസ്റ്റം ഫെയിലിയർ വരും. ഇത് നമ്മുടെ യുക്തി, നമ്മുടെ ബുദ്ധി, നമ്മുടെ വിലയിരുത്തൽ പലപ്പോഴും പറ്റിപ്പോവും. ഓക്കെ, അങ്ങനെ വരുന്ന ആട്രിബ്യൂഷൻ എറേഴ്സാണ്. ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ആട്രിബ്യൂഷൻ എറേഴ്സ് പ്രധാനപ്പെട്ട ഒന്നാണ് ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എറർ. മറ്റൊരു എറർ ഏതാ, ആക്ടർ ഒബ്സർവർ ബയാസ്. 3 ഏതാ, സെൽഫ് സെർവിങ് ബയാസ്. അപ്പോൾ നമ്മുടെ ഇടയിൽ നടക്കുന്ന വ്യക്തികളുടെ പ്രവർത്തനമാകട്ടെ, എൻ്റെ സ്വന്തം പ്രവർത്തനമാകട്ടെ, നിങ്ങളുടേതാകട്ടെ, നമ്മളതിനൊക്കെ ആട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്, കാരണം വിശദീകരിക്കാറുണ്ട്, ലക്ഷ്യം പറയാറുണ്ട് അല്ലേ. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ഫണ്ടമെൻ്റൽ എറർ സംഭവിക്കും, അല്ലെങ്കിൽ ആക്ടർ ഒബ്സർവേഷൻ ബയാസ് സംഭവിക്കും, അല്ലെങ്കിൽ സെൽഫ് സെർവിങ് ബയാസ് ഉണ്ടാവാറുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും പലതിനെയും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിൽ പല മിസ്റ്റേക്കുകളും സംഭവിക്കാറുണ്ട്. ആ മിസ്റ്റേക്കുകൾ ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എററാവും. ഇതൊക്കെ എന്താ ഈ ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എറർ? അപ്പോൾ ആട്രിബ്യൂഷൻ എറേഴ്സ് 3 ഇപ്പോൾ പറയുന്നത് പ്രധാനമായിട്ടുള്ള. ഓക്കെ, ആ 1 ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എറർ. ഇത് പൊതുവെ ദ ടെൻഡൻസി ടു ഓവർ എസ്റ്റിമേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആൻഡ് അണ്ടർ എസ്റ്റിമേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. ഇതാണ് 1ാമത്തെ മിസ്റ്റേക്ക്. എപ്പോഴാണ് സംഭവിക്കുക? വെൻ ആട്രിബ്യൂട്ടിങ് ദ കോസ് ഓഫ് എ അതർ പേഴ്സൺസ് ബിഹേവിയർ. അപ്പോൾ നമ്മൾ പലപ്പോഴും മറ്റുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ പറയുമ്പോൾ, മറ്റൊരു കുട്ടി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു, അല്ലെങ്കിൽ മറ്റൊരു കുട്ടി തോറ്റുപോയി, ഇങ്ങനെയൊക്കെ മറ്റുള്ള കുട്ടികളുടെ കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അവൻ്റെ കഴിവായിട്ട് അല്ലെങ്കിൽ അവൻ്റെ പേഴ്സണാലിറ്റിക്ക് ചാർട്ടാറുണ്ട്. അതാണ് ഓവർ എസ്റ്റിമേറ്റിംഗ് ദ ഇമ്പാക്റ്റ് ഓഫ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിന് എന്താവുന്നു, നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും, കൂടുതൽ പ്രാമുഖ്യം കൊടുക്കും.
ആൻഡ് അണ്ടർസ്റ്റിമേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് സിറ്റുവേഷണൽ ഫാക്ടർ. അവൻ്റെ പിടുത്തത്തിലില്ലാത്ത അവൻ്റെ സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ, ഒന്ന് ടൈം അല്ലെങ്കിൽ മറ്റുള്ള ഇതിലെന്ത് ചെയ്യും, നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യും. പിന്നെ ആട്രിബ്യൂട്ട്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ കാര്യമായിട്ട് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ സിഗ്നൽ ചാർജുന്ന സമയത്ത് വേറെ വണ്ടി കൊണ്ടടിച്ചാൽ പോയി എന്ന് പറയാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അവൻ്റെ സ്വഭാവമായിട്ട് അവൻ്റെ പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ വിലയിരുത്തുന്നു അല്ലേ. അവിടെ ഓന് ഓഫീസിലേക്ക് നേരം വൈകുന്നുണ്ട് അല്ലെങ്കിൽ അതാണ് ഇതാണെന്ന് നമ്മൾ പറയില്ല. അത് നമ്മളാകുമ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ ന്യായീകരിക്കും മറ്റുള്ളവർ. ഇത് ഒന്നാമത്തെ. ഓക്കെ, ഒരു ടെസ്റ്റ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഫിഡൽ കാസ്ട്രോയെക്കുറിച്ച് ഒരു ലേഖനം വായിക്കാൻ കൊടുത്തിരുന്നു. ആദ്യത്തെ ടീമിന് ഒരു നിർദ്ദേശം കൊടുത്തു, രണ്ടാമത്തെ ടീമിന് വേറെ നിർദ്ദേശം കൊടുത്തു. ഏത് രണ്ട് ടീമായാലും ആദ്യത്തെ ടീമിനോട് പറഞ്ഞതെന്താ വെച്ചാൽ ഈ ലേഖനം എഴുതിയാക്ക് അയാളെ സ്വന്തം ഇഷ്ടപ്രകാരം എങ്ങനെ എഴുതാമായിരുന്നു എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ ടീമിനോട് പറഞ്ഞത് ആ എഴുതിയ ആൾ നിർബന്ധിതമായ സാഹചര്യത്തിൽ ഫിഡൽ കാസ്ട്രോയെക്കുറിച്ച് എന്താ പറയുക പോസിറ്റീവായിട്ട് എഴുതണമെന്ന് നിർദ്ദേശിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ഏതായിരുന്നാലും ഈ രണ്ട് ലേഖനം വായിച്ചിട്ട് അവസാനം കുട്ടികൾ കണ്ടെത്തുന്നതാണ് എന്താണ്, ഹി ഈസ് എ പ്രോ കാസ്ട്രോ, ഫിഡൽ കാസ്ട്രോൻ്റെ ആളാണ്. അപ്പോൾ രണ്ട് രംഗങ്ങളിലും ഫിഡൽ കാസ്ട്രോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവൻ്റെ വ്യക്തിത്വത്തിലേക്ക് ചേർക്കും. ഇപ്പോൾ എഴുത്തുകാരൻ ഒന്നാമത്തെ സാഹചര്യത്തിന് അവൻ എങ്ങനെ എഴുതായിരുന്നു, പക്ഷേ അവൻ എഴുതി വന്നപ്പോൾ എന്തായി, അവൻ്റെ ലേഖനം വായിക്കുന്ന കുട്ടികൾ പറഞ്ഞു അയാളൊരു ഫിഡൽ കാസ്ട്രോയ്ക്ക് അനുകൂലിയാണ്. രണ്ടാമത്തെ ആളോട് നിർബന്ധമായിട്ടും അയാൾക്ക് പോസിറ്റീവായിട്ട് എഴുതണം എന്നാണ് പറഞ്ഞിരുന്നത്. ഇയാളുടെ ലേഖനം വായിച്ച കുട്ടികളും പറഞ്ഞെന്താണ്, അയാളെന്താണ് കാസ്ട്രോൻ്റെ ആളാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടികൾ ഈ റൈറ്ററെ കുറിച്ച് അയാളെ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയപ്പോഴും ഫോഴ്സ്ഡ് ആയിട്ട് എഴുതിയപ്പോഴും അയാളുടെ കുഴപ്പമായിട്ടാണ് പറഞ്ഞത്. അയാളൊരു സാഹചര്യത്തേക്ക് അവരെ അവഗണിച്ചു, വ്യക്തിയിലേക്ക്. ഇത് പൊതുവെ നടക്കുന്ന ഒരു എററാണ്. എന്താ ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എറർ? മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ നമ്മൾ അവൻ്റെ വ്യക്തിത്വത്തിലേക്ക് ചാർത്തും, അവൻ്റെ കുറ്റമായിട്ട് കാണും, അവൻ്റെ പോരായ്മയായിട്ട് കാണും. സാഹചര്യം അയാൾ നിർബന്ധിത സാഹചര്യത്തിൽ എഴുതിയ അതൊന്നും നമ്മൾ നോക്കില്ല, അയാളുടെ കുഴപ്പമായിട്ട് കാണാം. ഓക്കെ. എന്നാൽ രണ്ടാമത്തെ എറർ, ആട്രിബ്യൂഷൻ എറർ, ഒന്ന് ഫണ്ടമെൻ്റൽ എററാണ്, രണ്ടാമത്തെ ആക്ടർ ഒബ്സർവർ ബയാസാണ്. ആക്ടർ ഒബ്സർവർ ബയാസ്. ഉദാഹരണം നമുക്ക് നോക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഞാൻ വണ്ടി സിഗ്നലിൽ പോകുന്ന സമയത്തുണ്ടല്ലേ സിഗ്നൽ, അപ്പോൾ ഞാൻ എന്നെക്കുറിച്ചാകുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ എന്നെ ന്യായീകരിക്കും. അത് എൻ്റെ കുഴപ്പമല്ല, അങ്ങനെയാണ്, ഒന്ന് സമയം പേച്ച് ചെയ്താണ്, അല്ലെങ്കിൽ കാറ്റടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആയതുകൊണ്ടല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മളിങ്ങനെ ഐ വാസ് ലേറ്റ് ബിക്കോസ് ദ ട്രാഫിക്, ഞാൻ ഓഫീസിൽ എത്താൻ നേരം വൈകി കാരണം ട്രാഫിക്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ അലാറം ശരിക്കും അടിച്ചിട്ടില്ലേന്, ബസ് ടയർ പഞ്ചറായതുകൊണ്ട് നമ്മൾ ലേറ്റ് ആയതിൻ്റെ കാരണം നമ്മളെന്ത്, നമ്മളതല്ല ബസ്സിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ അവിടെ ട്രാഫിക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ പറയും. സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ എക്സ്റ്ററിലേക്ക് ചാർത്തും. ഓക്കെ, നമ്മൾ ഓഫീസിലേക്ക് വൈകി, ക്ലാസ്സിലേക്ക് വൈകിയപ്പോൾ നമ്മുടെ കുഴപ്പമല്ല, ഞാൻ എണീക്കാൻ വൈകി എന്ന് പറയില്ല, ഉമ്മ എന്നെ വിളിച്ചില്ല, അലാറം വർക്ക് ചെയ്തില്ല, ട്രാഫിക് ഇത് പ്രശ്നം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വണ്ടി പഞ്ചറായതുകൊണ്ട് ഇങ്ങനെ സിറ്റുവേഷനിലേക്ക് ചേർത്തു. നമ്മൾ ആക്ടർ ആവും കേട്ടോ. എന്നാൽ നേരെ തിരിച്ച് മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, ഈ മടിയായിട്ടാണ് വൈകിയത് അല്ലേ, നീ ഇന്നലെയും വൈകി, ഇന്നും വൈകി, മൊത്തത്തിൽ നീ എണീക്കാൻ മടിയാണ്. അപ്പോൾ നമ്മൾ മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യും, നിങ്ങളൊരു ഒബ്സർവറാണ്, നിങ്ങൾ ക്ലാസ്സിലെ ടീച്ചറാണ്, എന്നിട്ട് നേരെ വൈകിയിരുന്ന കുട്ടിയെക്കുറിച്ച് പറയുന്നതാണ്, അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെയാണ്, ഇങ്ങനെയാണ്, ഞാൻ നാളും പറഞ്ഞിങ്ങനെ നമ്മൾ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതെന്ത് ചെയ്യും, ആ കുട്ടിയുടെ ഇൻറ്റേർണൽ അല്ലെങ്കിൽ കുട്ടിയുടെ കുഴപ്പമായിട്ട് കാണും. എന്നാൽ നമ്മളാവുമ്പോഴോ നമ്മളെന്ത് ചെയ്യും, സാഹചര്യത്തിന് കുഴപ്പമായിട്ടും. ഇതാണ് ആക്ടർ ഒബ്സർവർ ബയാസ് എന്ന് പറഞ്ഞത്. നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കുഴപ്പമല്ല, സാഹചര്യത്തിന് കുഴപ്പം. എന്നാൽ നമ്മൾ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മൾ ഒബ്സർവർ ആകുമ്പോൾ നമ്മുടെ കുഴപ്പമല്ല, അത് ഒബ്സർവ് ആകുമ്പോൾ ആ കുട്ടിയുടെ കുഴപ്പമായിട്ട് മറ്റേ ആളുടെ കുഴപ്പമായിട്ട് കാണും. ഇതാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ഡിഫറൻഷ്യൽ പെർസ്പെക്റ്റീവ് എടുക്കും. ഒബ്സർവർ ഫോക്കസ്ഡ് ആയിരിക്കും. ഡീറ്റെയിലേക്ക് പോയി അങ്ങ് കൺഫ്യൂട്ടും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എന്തായി, ആക്ടർ ഒബ്സർവർ ബയാസ്. ഒന്നാമത്തെ എന്തായിരുന്നു, ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ, അഥവാ മറ്റൊരാളുടെ കാര്യം പറയുമ്പോൾ അയാളുടെ കുഴപ്പമായിട്ട് പറയും. രണ്ട്, ആക്ടറായിട്ട് വരുമ്പോൾ അഥവാ നമ്മളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കുഴപ്പമല്ല, എൻവയോൺമെൻറ്റിൻ്റെ സാഹചര്യ കുഴപ്പമായിട്ട് പറയും. എന്നാൽ നമ്മളൊരു ഒബ്സർവറായിട്ട് മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ അത് അയാളുടെ കുഴപ്പമായിട്ട് ഇൻറ്റേർണൽ ഡിസ്പോഷലായിട്ട് പറയും. രണ്ടാമത്. മൂന്ന്, പൊതുവേ നമ്മളെന്താ വെച്ചാലോ നമ്മുടെ ഈഗോനെ രക്ഷിക്കാൻ നോക്കുക. എൻ്റെ പേര് സെൽഫ് സെർവിങ് ബയാസ് എന്ന് പറയാം. സെൽഫിനെ സെർവ് ചെയ്യും നമ്മൾ വർത്തമാനത്തിൽ പൊതുവെ അങ്ങനെയാണ്. അതായത് ടെൻഡൻസി ടു ക്ലെയിം ഫോർ ഓൺസ് അച്ചീവ്മെൻറ്റ്സ് ബൈ ഡിനേ റെസ്പോൺസിബിലിറ്റി ഓൺ അൺ ഫെയിലിയർ. അതായത്
നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കഴിവായിട്ട് പറയും. തോറ്റ് കഴിഞ്ഞാലോ നമ്മുടെ കഴിവുകേടായിട്ട് നമ്മൾ അംഗീകരിക്കില്ല, പിന്നെ അതൊരു ഭാഗ്യദോഷമായിട്ട്. ഇപ്പം നല്ല നമ്മുടെ ടീം കളിച്ച് ജയിച്ചു എന്ന് വെച്ചാൽ അപ്പോൾ പറയാം അതെ ഞാൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി, ഞാൻ ആ പാസ് ഇട്ട്, ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞ മാതിരി തന്നെ കളിച്ച്, അങ്ങനെ ഇങ്ങനെ ന്യായീകരിച്ച് നമ്മളതാക്കരുത്. ഫെയിലിയർ ആകുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓനെ ഇറക്കണ്ടെന്ന്, ഓനെ ഗോളിയാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ത്രോട്ടപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്താ നമ്മൾ കുറേ കളിച്ചു പക്ഷേ എന്ത് ചെയ്യണം, ഭാഗ്യം നമുക്ക് തിരിച്ചില്ല, നമ്മളെന്ത് ചെയ്യും, ന്യായീകരിച്ച് ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ട് വെക്കും. മനസ്സിലായോ? അപ്പോൾ സക്സസ് വന്നാൽ അത് ഇൻറ്റേർണൽ, അത് എൻ്റെതാണ്. നമുക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, അപ്പോൾ എന്താ പറയുക, അല്ലെങ്കിൽ ഞാൻ കുറേ അധ്വാനിച്ച് പഠിച്ചിട്ട് ഞാൻ നോട്ട്സ് ഇടിനി, ട്യൂഷന് ചേർന്നിനി, അങ്ങനെയാക്കിനി ഇങ്ങനെയാക്കിയെന്ന് പറയും. അതേസമയം തോറ്റാലേ നമ്മളെന്താ പറയുക, ആ ട്യൂഷൻ ശരിയില്ല, അയാളൊന്നും പഠിപ്പിച്ച് ഒന്നും മനസ്സിലായില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇതിൽ. അപ്പോൾ നമ്മളൊരു ഇതാണ് നമ്മുടെ ഈഗോയെ, നമ്മുടെ സെൽഫിനെ നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് സെൽഫ് സെർവിങ് ബയാസ് എന്നാണ്. എന്നാൽ നേരെ അപ്പുറത്ത് അൾട്ടിമേറ്റ് ആട്രിബ്യൂഷൻ എറേഴ്സ്. ഇനി ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ ടീം, നമ്മളിപ്പോൾ കോൺഗ്രസ്സുകാരാണെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ നമ്മൾ CPM ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇന്ന പാർട്ടിക്കാരനാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യും, ഇൻ ഗ്രൂപ്പിൽ നമ്മളെപ്പോഴും എന്ത് ഉഷാറായിട്ട് നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നാൽ ഔട്ട് ഗ്രൂപ്പ് ആണെങ്കിലോ അവർ ജയിച്ചാൽ നമ്മൾ പറയും അത് ഓല അതെന്തൊരു ഭാഗ്യത്തിന് ജയിച്ചാണ്, അല്ലാതെ ഓല കഴിവുകൊണ്ടൊന്നുമല്ല. നമ്മൾ ജയിച്ചാൽ നമ്മൾ പറയും നമ്മുടെ കഴിവുകൊണ്ട്, നമ്മൾ അങ്ങനെ ശ്രമിച്ചു, നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്ത്, നമ്മൾ അങ്ങനെ ചെയ്തു, നമ്മൾ ഇത്ര വോട്ടുകൾ ചേർത്തു. മറ്റാകുമ്പോൾ എന്ത് ചെയ്യും, അതെന്തോ ഒരു ഇപ്പം എനിക്കറിയാലോ ഇവിടുത്തെ ട്രെൻഡ് അതാണെന്ന്. കേരളത്തിൻ്റെ രീതി 2 വർഷമൊക്കെ അല്ലെങ്കിൽ ഒരു 10 വർഷമൊക്കെ ഒരു ടീം വരച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറപ്പാണ് അങ്ങനെ കിട്ടണം, അല്ലാതെ ഓലെ കഴിവൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ടീമിൻ്റെതാകുമ്പോൾ നമ്മുടെ കഴിവും നമ്മുടെ പ്രാപ്തിയുമായിട്ട് പറയും. മറ്റേ ടീമിൻ്റെ ആകുമ്പോൾ അത് ഭാഗ്യം അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യം എന്ന് കിട്ടും. ഇത് പൊതുവേ ഉണ്ടാകുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ആട്രിബ്യൂഷൻ എറേഴ്സ് 3 എണ്ണം. ഒന്നെന്താണ് ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എറർ, 2 ആക്ടർ ഒബ്സർവർ ബയാസ്, 3 സെൽഫ് സെർവിങ് ബയാസ്. നമ്മളെ കാര്യത്തിലേക്ക് നമ്മളെപ്പോഴും ഉഷാറായിട്ട് പറയും, ആരാൻ്റെ കാര്യത്തിലേക്ക് നമ്മളെപ്പോഴും അവരുടെ കുഴപ്പമായിട്ട് പറയും. ഇതൊക്കെ രീതി. ഇനി നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മളൊക്കെ പൊതുവേ ജന്മന വലിയ സയൻറ്റിസ്റ്റുകളെ മാറിയ ഭയങ്കര ഒബ്സർവേഷൻ കഴിവൊക്കെ ആളാണ്. അങ്ങനെയാണ് ഈ ലോകത്ത് നമ്മൾ വിവരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ കൊഗ്നിഷനാണല്ലോ നമ്മളെ വിഷയം. മനുഷ്യർ സമൂഹ ജീവിയായതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ജീവിക്കാൻ പഠിക്കണം. എങ്ങനെ ഇത് പഠിക്കുന്നത്, അത് നമ്മൾ പലപ്പോഴും പലതും ഒബ്സർവ് ചെയ്ത് അതിൻ്റെയൊക്കെ ഓരോ രൂപം നമ്മൾ മനസ്സിലിങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലുണ്ടാക്കുന്ന ഓരോന്നിൻ്റെയും ഒരു ഇതാണ് അതിനെ സ്കീമെന്ന് പറഞ്ഞ സാധനം. അതായത് ദ മെൻ്റൽ ഫ്രെയിം വർക്ക് ഫോംഡ് ബൈ ഫസ്റ്റ് ഇംപ്രഷൻ. ആദ്യം ഒരാളെ കേൾക്കുമ്പോൾ, ആദ്യം ഒരാളെക്കുറിച്ച് പഠിക്കുമ്പോൾ, ആദ്യം ഒരാളെ കൂടി കാണുമ്പോൾ അയാളെക്കുറിച്ച് ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയേക്കും. പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കള്ളൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇന്നതൊക്കെയാണ്, ഇറാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ ലോകത്തെക്കുറിച്ച് എല്ലാത്തിൻ്റെയും ഒരു മിനിയേച്ചർ നമ്മൾ ബ്രെയിനിൽ വെക്കുന്നു. ആ ഇംപ്രഷൻ പലപ്പോഴും ഇങ്ങനെയൊക്കെ അത് വർഷം. എന്നിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ഇംപ്രഷൻ ഫോർമേഷനിൽ ഈ ട്രെയ്റ്റുകളെല്ലാം സ്വാധീനിക്കും. അത് മനസ്സിലാക്കണം. ട്രെയ്റ്റ് സെൻട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ 10 കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ചില പോയിൻ്റ് ഉണ്ടാവും, ആ പോയിൻറ്റിന് ഭയങ്കര വെയിറ്റേജ് ഉണ്ടാവും. ആ ഒരൊറ്റ കാര്യം വരുന്നതോടുകൂടെ അയാൾ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ശ്രദ്ധിക്കണം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു വാമാണെന്ന് പറഞ്ഞു അല്ലേ. വാമാണെന്ന് പറഞ്ഞതോടുകൂടെ അയാളെ മറ്റു കാര്യങ്ങളൊക്കെ എന്തായി, ഒന്ന് ഉഷാറായി, അയാളെക്കുറിച്ച് മൊത്തത്തിൽ വിലയിരുത്തിയെന്നാണ് സൂപ്പറായിട്ട്. നേരെ മറിച്ച് ഇയാളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതേ കാര്യങ്ങൾ, പക്ഷേ വാമിന് പകരം കോൾഡ് എന്നൊരു വാക്ക് ഉപയോഗിച്ചതോടുകൂടെ അയാളെക്കുറിച്ച് ആ കുട്ടികൾ മനസ്സിലാക്കി എന്താണ്, അയാളൊന്നും കൊള്ളൂല, അയാളെ ക്ലാസ് ശരിയില്ല, അയാൾ ഒരു ടീമിലേക്ക് അപ്പോൾ ചില വാക്കുകൾ നമ്മളൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാകുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമ്മുടെ ട്രെയ്റ്റുകളിൽ ചിലത് സെൻട്രൽ ട്രെയ്റ്റുകളുണ്ട്, സെൻട്രാലിറ്റി ഉണ്ട്, അതിന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട്, സ്വാധീനമുണ്ട്, മൊത്തത്തിൽ ഒരാളെ ഇംപ്രഷനിൽ മാറ്റം വരുത്തും. പിന്നെ നമ്മൾ പലവരെയും കുറിച്ച് ഒരു രംഗം കണ്ട് അല്ലെങ്കിൽ ഒരു വിഷയം കണ്ടിട്ട് ഒറ്റയടിക്ക് തീരുമാനം എടുക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ പല മാനദണ്ഡങ്ങൾ വെച്ചിട്ട് പല സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് അത് അയാളെ കുഴപ്പമാണോ അതല്ല സാഹചര്യത്തിൻ്റെ കുഴപ്പമാണോ തീരുമാനിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ കെല്ലിയുടെ അഭിപ്രായത്തിൽ കോവേരിയേഷൻ എന്ന് പറഞ്ഞാൽ 3 സ്ഥാനങ്ങൾ നമ്മൾ നോക്കും. ഒരു കാര്യം ഒരാളെക്കുറിച്ച് അയാളുടേതാണോ സാഹചര്യത്തിൻ്റെ ആണോ എന്ന് പറഞ്ഞെങ്കിൽ കൺസെൻസൻസ് ഉണ്ടോ, കൺസിസ്റ്റൻസി ഉണ്ടോ, ഡിസ്റ്റിങ്റ്റീവ്നെസ് ഉണ്ടോ. ഇതിൽ ഏറ്റക്കുറച്ചിൽ നോക്കിയിട്ട് ഇതിലെ കോവേരിയേഷൻ നോക്കിയിട്ടാണ് അത് ഡിസ്പോഷനാണോ അഥവാ അയാളുമായി ബന്ധപ്പെട്ടതാണോ അതല്ല എക്സ്റ്റേണലാണോ തീരുമാനിക്കുന്നത്. പിന്നെ നമ്മൾ പലപ്പോഴും പലതിനെയും ആട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ, കാരണങ്ങൾ പറയുന്നെങ്കിലും പലപ്പോഴും മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന മിസ്റ്റേക്കിൽ പ്രധാനപ്പെട്ട ഒന്നാണ്
ഫണ്ടമെൻ്റൽ ആട്രിബ്യൂഷൻ എറർ എന്നാണ്. അതായത് മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അയാളുമായി ബന്ധപ്പെട്ട സാഹചര്യത്തെ കൂടുതൽ നോക്കൂല, നേരിട്ട് അയാളെ കുറ്റമായിട്ടേ കാണുള്ളൂ. അയാൾ അങ്ങനെ ആയതുകൊണ്ടാണ്, അയാൾ സ്വഭാവം എന്ന് പറയും. എന്നാൽ നമ്മൾ കേസാകുമ്പോഴോ നമ്മളിലേക്ക് ചേർക്കൂല, പിന്നെ അത് സാഹചര്യം കൊണ്ടെന്ന് പറയും. അപ്പോൾ ഒരാളെക്കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ അത് അയാൾ കാരണമാണ് എന്നാണ് പറയുന്നത്. നമ്മൾ വരുമ്പോൾ അത് സാഹചര്യത്തിലേക്ക്, ഇത് പൊതുവെ ഉണ്ടാണ്. വി ഒബ്സർവ് ബിഹേവിയർ ആൻഡ് ഇൻഫർ ബാക്ക്വേർഡ് ഫോർ റിസർച്ച് ബട്ട് വി മസ്റ്റ് ബി വെരി, ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നത്, സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഈ ഒരു പ്രതിഭാസത്തെ സോഷ്യൽ കൊഗ്നീഷൻ എന്ന് പറയും. 2 യൂണിറ്റ് ഈ വിഷയമായി നമ്മൾ പഠിച്ചു. ഇതൊരു ബേസിസ് സാധനമാണ്. പി ജിക്കൊക്കെ പോകുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഡൗട്ട്സുകളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.